ലോകാവസാനം സംഭവിക്കും പെട്ടെന്ന്. ഫഖദ് ജാഅ അശ്റാതുഹാ, അതിൻ്റെ അശ്റാത്തുകൾ ഇതാ വന്നു കഴിഞ്ഞു, അടയാളങ്ങൾ ഇതാ വന്നിരിക്കുന്നു. വരും എന്നല്ല പറഞ്ഞത്, വന്നിരിക്കുന്നു. അതാ അംറുല്ലാഹ്, അല്ലാഹുവിന്റെ കൽപ്പന വന്നിരിക്കുന്നു. ഇഖ്തറബത്തിസ് സാഅതു വൻഷഖൽ ഖമർ, സാഅത്ത് അടുത്തിരിക്കുന്നു, ചന്ദ്രൻ പിളരുകയും ചെയ്തു. ഇവിടെ എല്ലാം അല്ലാഹു തആല പറഞ്ഞത് സംഭവിച്ചു എന്ന മാലിയായ ഫഅൽ കൊണ്ടാണ്. ഭാവിയിൽ സംഭവിക്കും എന്നല്ല പറഞ്ഞത്. അടുത്തെത്തി നിൽക്കുന്നു ഖിയാമത്ത് നാൾ. അതിന്റെ അടയാളങ്ങൾ മൂന്നായി തരം തിരിക്കപ്പെട്ടിട്ടുണ്ട്. ഇമാം ബർസഞ്ചി റഹ്മഹുല്ലാ അശ്റാത്തു സാഅയിൽ പറഞ്ഞത് ഖിയാമത്തിന്റെ അടയാളങ്ങൾ മൂന്ന് തരത്തിലാണ്. ഖിസ്മുൽ ലഹറ വങ്കല, ഒന്നാമത്തെ വിഭാഗം അത് വെളിവായി കഴിഞ്ഞുപോയി. വഖിസ്മുൽ ലഹറ വലം യൻഖലി, രണ്ടാമത്തെ വിഭാഗം വെളിവായി തുടങ്ങിയിട്ടുണ്ട്, നടന്നുകൊണ്ടിരിക്കുന്നു, കഴിഞ്ഞു പോയിട്ടില്ല. വഖിസ്മുൻ ലം യൽഹർ, മൂന്നാമത്തെ വിഭാഗം ലം യൽഹർ, ഇതുവരെ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. അതാണ് അശ്റാത്തു സാഅത്തിൽ കുബ്ര, വലിയ 10 അടയാളങ്ങൾ. ആദ്യം പറഞ്ഞത് സുഗറയാണ്, ചെറിയ അടയാളങ്ങളാണ്. ഈ 2 അടയാളങ്ങളെയും കോർത്തിണക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അടയാളമാണ് ഇമാമുന മഹ്ദി റളിയല്ലാഹു അൻഹുവിന്റെ ആഗമനം. ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം പറയുന്നതിനു മുമ്പ് ആ സാഹചര്യം നമുക്ക് വിശദീകരിക്കാം. ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു വരുമ്പോ ഭൂമിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആസകലം അക്രമങ്ങൾ, ളുൽമ്, ഫസാദ്, ഫിത്ന, അധാർമികതകൾ, ലൈംഗിക അരാജകത്വങ്ങൾ നടമാടുന്ന ഒരു സമയത്ത്, ലോകം ഒരു വിമോചകനെ ആഗ്രഹിക്കുന്ന സമയത്ത് അല്ലാഹു തആല ഇമാം മഹ്ദിയുടെ ആഗമനം എളുപ്പമാക്കുമെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ വരുന്നു, ലാ തഖൂമു സാഅതു ഇല്ലാ അലാ ശിറാറിൽ ഖൽഖ്, ഖിയാമത്ത് സംഭവിക്കുന്നത് അന്ന് ജീവിക്കുന്ന ജനങ്ങൾ ഷിറാറുൽ ഖൽഖായിരിക്കും, സൃഷ്ടികളിലെ ഏറ്റവും മോശക്കാരായിരിക്കും, ഏറ്റവും അധാർമികരും ജീവിക്കുന്ന കാലത്താണ് ഖിയാമത്ത് സംഭവിക്കുക. ഇമാം മഹ്ദിയുടെ ഖുറൂജ് ഈ ഉമ്മത്തിന്റെ അവസാനത്തിലായിരിക്കും, ഈ സമുദായത്തിന്റെ അവസാന ഭാഗത്തായിരിക്കും, അവസാന കാലത്തായിരിക്കും. ഒരുപാട് അധാർമികതകൾ നമുക്ക് കാണാം, ഇന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്നു. ചില ഹദീസുകളിലേക്ക് ബർക്കത്തിന് 1-2 ഹദീസുകൾ പറഞ്ഞ് ഞാൻ ഇൻഷാ അല്ലാഹ് വിഷയത്തിലേക്ക് വരുന്നു. ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഹബീബായ പ്രവാചകൻ പറയുന്നത് ഞാൻ കേട്ടു, സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്ന മിൻ അശ്റാത്തിസ് സാഅ, ഖിയാമത്തിന്റെ അടയാളങ്ങളിൽ പെട്ടതാണ് അയ്യുർഫഅൽ ഇൽമു, ഇൽമിനെ ഉയർത്തപ്പെടും, വയക്സുറൽ ജഹ്ലു, അറിവില്ലായ്മ ലോകത്ത് വർദ്ധിക്കും, വയക്സുറസ് സിന, വ്യഭിചാരം വർദ്ധിക്കും, വയക്സുറ ശുർബൽ ഖംർ, കള്ളുകുടി ലോകത്ത് വർദ്ധിക്കും, വയഖില്ലർ റിജാൽ, ആണുങ്ങളുടെ ജനനം ചുരുങ്ങി വരും, വയക്സുറൻ നിസാ, പെണ്ണുങ്ങൾ വർദ്ധിക്കും, ഹത്താ യകൂന ലി 50 ഇംറഅത്തിൻ അൽ ഖയ്യിമുൽ വാഹിദ്, 50 പുരുഷന്, ഹത്താ വയക്സുറുൻ നിസാ, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു 50 പെണ്ണിന് ഒരു പുരുഷൻ എന്ന അനുപാതത്തിലെത്തും. 50 പെണ്ണ് ജനിക്കുമ്പോൾ ഒരു പുരുഷൻ, അല്ലെങ്കിൽ 50 പെണ്ണിന്റെ ഉത്തരവാദിത്തം ഒരു പുരുഷന്റെ തലയിൽ എത്തും. 2 വ്യാഖ്യാനമാണ് ഹദീസിനുള്ളത്. ഏതായാലും ഇന്ന് ലോകത്തെ നമ്മുടെ ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ നോക്കിയാൽ കൂടുതൽ പെണ്ണുങ്ങളാണ്, ആണുങ്ങൾ ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, ഇൽമ് ഉയർത്തപ്പെടും. കറക്റ്റല്ലേ? ഏത് മസല ചോദിച്ചാലും പറയുന്ന പണ്ഡിതന്മാരുണ്ടായിരുന്നു. ഇന്നിപ്പോ ഞങ്ങളോടൊക്കെ ചോദിച്ച ആളുകൾ പറയും, അത് ഒന്ന് കിതാബ് നോക്കിയിട്ട് പറയാമെന്ന് പറയും, അല്ലേ? തഹക്കീക്കായ മുഹക്കിക്കുകളായ പണ്ഡിതന്മാർ ഓരോരുത്തരായി മരണപ്പെടുകയാണ്, വഫാത്താവുകയാണ്.
ജഹ്ല് വർദ്ധിക്കും, ജാഹിലീങ്ങൾ വർദ്ധിക്കും. ഖിയാമത്തിന്റെ അടയാളമാ. സിന വർദ്ധിക്കും. സിന എന്താ? സിനയുടെ അർത്ഥം വ്യഭിചാരം. അള്ളാഹു വെറുക്കുന്ന ഒരു കാര്യമാ. പുരുഷന്മാരും സ്ത്രീകളും അതിൽ നിന്ന് അകന്നു നിൽക്കണം. കാരണം ഹദീസിൽ വരുന്നുണ്ട്, മൻ സനാ നസഅല്ലാഹു മിൻഹു നൂറൽ ഈമാൻ. ആരെങ്കിലും വ്യഭിചരിച്ചാൽ അവന്റെ മുഖത്ത് നിന്ന് ഈമാന്റെ നൂറാനിയത്ത് അല്ലാഹു ഉരിച്ചു മാറ്റും. ആ മുഖത്ത് ഈമാന്റെ നൂറാനിയത്ത് കാണൂല. അസ്സിനാ യുരിസുൽ ഫഖർ. വ്യഭിചാരം ദാരിദ്ര്യത്തെ കൊണ്ടുവരും. വ്യഭിചരിക്കുന്നവർക്ക് ബർക്കത്ത് കാണൂല, ദാരിദ്ര്യത്തെ കൊണ്ടുവരും. അവരുടെ ഫണ്ടൊക്കെ, പൈസയൊക്കെ എവിടേക്കോ പോകും. ഖുർആൻ പറഞ്ഞു, വലാ തഖറബു സിന. സിനായിലേക്ക് നിങ്ങൾ അടുക്കരുത്. ഖിയാമത്തിന്റെ അടയാളമാണ് സിന വർദ്ധിക്കുന്നത്. അതിന്റെ സാഹചര്യമാണ് ഇന്ന് നമ്മൾ കാണുന്നത്, അല്ലേ? അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ലയൂഷികന്ന അൻ യുസബ്ബ അലൈകുമുശ് ശർ. ലയൂഷികന്ന അടുത്തിരിക്കുന്നു. 1400 വർഷം മുമ്പ് പ്രവാചകൻ പറഞ്ഞു, അടുത്തിരിക്കുന്നു നിങ്ങൾക്ക് മീതെ വിപത്ത്, പരീക്ഷണം, ഷർറ് കോരിച്ചൊരിയപ്പെടാൻ പോകുന്നു. അസ്സമാ, വാനലോകത്തു നിന്നും ആകാശത്തു നിന്നും. കണ്ടോ? ആകാശത്തു നിന്നും ഷർറ്, ഫിത്ന. യുസബ്ബഹ് എന്നാ പറഞ്ഞത്. സബ്ബഹ് എന്ന് പറഞ്ഞാൽ ചൊരിയപ്പെടുക എന്നാണ്. കണ്ടില്ലേ? ഹത്താ യബ്ലുഗൽ ഫയാഫി. അത് ഫയാഫി വരെ എത്തും. ഖീല വമൽ ഫയാഫി ഖഫറുൽ അർള്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഒരു പച്ച പുൽക്കൊടി പോലും ഇല്ലാത്ത മരുഭൂമിയിൽ പോലും ഈ ഉപഗ്രഹങ്ങൾ, ഇതുപോലുള്ള ഹറാമായ ചിത്രങ്ങൾ വിസർജിച്ചു കൊണ്ടിരിക്കുമെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി. അറബികൾ യാത്രാപ്രിയരാ. അവരുടെ കാറും വണ്ടിയൊക്കെ കണ്ടിട്ടുണ്ടോ? ഭയങ്കര വാഹനങ്ങളാ. അക്കൂട്ടത്തിൽ അവർ ടെന്റ് കൂടി കരുതും. അവർ മരുഭൂമിയിൽ പോയി ടെന്റ് കെട്ടി വിശ്രമിക്കും. തൊട്ടിപ്പുറത്ത് ഒരു ഡിഷ് ആന്റിന കൂടി തുറന്നു വെക്കും. അവരുടെ ടെന്റിലേക്ക് പോലും അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞല്ലോ, മരുഭൂമിയിൽ പോലും ഇത് വിസർജിക്കും. നോക്കൂ, ഒരു മനുഷ്യനുമില്ലാത്ത, ഒന്നുമില്ലാത്ത സ്ഥലത്ത് പോലും ഇവർ ഡിഷ് ആന്റിനയിലൂടെ അവർക്ക് ഈ പ്രോഗ്രാമുകൾ ഇന്ന് ലഭിക്കപ്പെടുന്നു. എന്തായി കാണുന്നത്? എത്ര പേര് വാഴ കേൾക്കുന്നുണ്ട്? പറ. എത്ര പേര് ഖുർആൻ ക്ലാസ് കേൾക്കുന്നുണ്ട്? ദിക്ർ ഹൽക്കയിൽ പങ്കെടുക്കുന്നുണ്ട്, മജ്‌ലിസുൻ നൂറിൽ പങ്കെടുക്കുന്നുണ്ട്? അധികം ആളുകളും കാണുന്നത് സിനിമയും അശ്ലീല ചിത്രങ്ങളുമാണ്, അല്ലേ? അള്ളാഹു പടച്ചവൻ കാത്തുരക്ഷിക്കട്ടെ. ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, തെറ്റ് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ തൗബ ചെയ്യുക. മനുഷ്യരാണല്ലോ. കുല്ലു ബനി ആദമ ഖത്താഉൻ വഖൈറുൽ ഖത്താഈൻ അത്തവാബൂൻ. ആദം സന്തതികളൊക്കെ തെറ്റ് ചെയ്യുന്നവരാണ്. അവരിൽ ഉത്കൃഷ്ടർ അത്തവാബൂൻ, പശ്ചാത്തപിക്കുന്നവരാണ്. മനുഷ്യൻ സാഹചര്യത്തിന് അടിമയാണ്. അതുകൊണ്ടാണ് മുത്തനബി പറഞ്ഞത്, ഇത്തഖൂ മവാലിഅ തുഹം. തെറ്റിദ്ധാരണയുടെ ഭാഗങ്ങൾ നിങ്ങൾ സൂക്ഷിക്കണം. അല്ലാഹുവേ, ഞങ്ങൾ ചെയ്ത തെറ്റുകൾ നീ മാപ്പാക്കി തരണേ. നിശയുടെ നിശബ്ദതയിൽ തഹജ്ജുദ് നമസ്കരിച്ചിട്ട് കൈകൾ ഉയർത്തിക്കൊണ്ട് കൂരിരുട്ടത്ത് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കേൻ. ഇനി ഒരു നല്ല ജീവിതം കെട്ടിപ്പടുക്കേൻ. അല്ലാഹു നമ്മുടെ ജീവിതത്തിൽ ബർക്കത്ത് നൽകട്ടെ. അല്ലാഹു തൗബ ഇഷ്ടപ്പെടുന്നവനാ. മനുഷ്യനാണെങ്കിൽ സാഹചര്യത്തിനനുസരിച്ച് അവൻ തെറ്റ് ചെയ്തു പോകും. അവന്റെ അവയവങ്ങൾ അതിൽ സാക്ഷ്യം വഹിക്കും, അതിന് സഹായിക്കും. അള്ളാഹു കാക്കട്ടെ. ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, സിന വർദ്ധിക്കും അവസാന കാലത്ത്. വയക്സുറ ഷുർബൽ ഖംർ. കള്ളുകുടി വർദ്ധിക്കും. കണ്ടോ? കള്ളുകുടി. ഇന്നിപ്പോ കള്ളല്ല, ഇന്ന് അതിന്റെ ന്യൂ വേർഷനാണ്. എന്താ അത്? ഞാൻ ഈയിടെ ഒരാളോട് ചോദിച്ചോ, എന്താ നിങ്ങളുടെ ഡിഗ്രി? അദ്ദേഹം പറഞ്ഞു വന്നപ്പോൾ ലാസ്റ്റ് പറഞ്ഞു MDMA എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ഡിഗ്രി ഉണ്ടോ സാബിർ മുസ്ലിയാർ? MDMAക്ക് അഡിക്റ്റാണ് പലരും. അല്ലാഹു കാക്കട്ടെ. ഖിയാമത്തിന്റെ അടയാളമാണിത്. വയക്സുറ സിന വയക്സുറ ഷുർബൽ ഖംർ വയഖില്ല റിജാൽ. ആണുങ്ങൾ ചുരുങ്ങും, പെണ്ണുങ്ങൾ വർദ്ധിക്കും. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ഇമാം മഹദി വരുന്നതിന് മുമ്പ് അധാർമികത വർദ്ധിക്കും. ഒരു ഹദീസിൽ വരുന്നുണ്ട്, തകൂനു അഷിയാ ഇൻദ ഇഖ്തിറാബിസ് സാഅ. ഖിയാമത്ത് അടുക്കുമ്പോൾ പല സംഭവങ്ങളും അരങ്ങേറും. അതിൽപ്പെട്ടതാണ് നിക്കാഹുർ റജുലി അർറജുല. ആണിനെ കല്യാണം കഴിക്കും. വ നിക്കാഹുൽ മർഅതി അൽ മർഅ. പെണ്ണിനെ കല്യാണം കഴിക്കും. ലെസ്ബിയൻ എന്ന് പറയും, സ്വവർഗരതി. ആണിന് ആണ്, പെണ്ണിന് പെണ്ണ്.
എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, വനികാഹുർ റജുലി ഇംറഅതഹു ഫീ ദുബ്രിഹാ, ആണ് പെണ്ണിനെ സമീപിക്കും പിൻഭാഗത്ത് കൂടി. പാശ്ചാത്യരുടെ ഒരു മോശം കൾച്ചറാണത്. ഇതൊക്കെയാണ് ഇന്ന് ലോകത്ത് നടക്കുന്നത്. യഥാർത്ഥത്തിൽ വഖലഖനാകും അസ്വാജ, ഇസ്ലാം പറഞ്ഞു നിങ്ങളെ നാം സൃഷ്ടിച്ചത് ഇണകളായിട്ടാണ്. ആണിന് പെണ്ണും പെണ്ണിന് ആണിനും തുണയാണ്. കണ്ണാടിയുടെ 2 ഗ്ലാസ് പോലെ അല്ലേ, കണ്ണട പോലെ, അല്ലെങ്കിൽ കാലിൽ ധരിച്ചിരിക്കുന്ന ഷൂ പോലെ, 2 സൈക്കിളിന്റെ 2 വീല് പോലെ അല്ലേ. പക്ഷേ വലിർരിജാലി അലൈഹിന്ന ദറജ, ആണിനൊരു പദവി കൂടുതലാണെന്ന് ഖുർആൻ. 2 പേർക്കും ഒരേ പദവിയാണെങ്കിലും ആണിന് കൂടുതലാണ്. അർരിജാലു ഖവ്വാമൂന അലൻ നിസാ, കുടുംബം എന്ന ഇൻസ്റ്റിറ്റ്യൂഷനെ നിയന്ത്രിക്കേണ്ടത് ആണാണെന്ന് സൂറത്തുൻ നിസാ ഉണ്ടോ. പെണ്ണിനല്ല പവർ കൊടുത്തിരിക്കുന്നത്. ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, സ്വവർഗരതി ഖിയാമത്ത് അടുക്കുമ്പോൾ വർദ്ധിക്കും എന്ന് മുഹമ്മദ് മുസ്തഫ. തീർന്നില്ല, ജാരസന്തതികൾ വർദ്ധിക്കുന്നത് കാണാം. മിൻഹാ യക്സുറു ഔലാദുസ്സിനാ, അതിൽപ്പെട്ടതാണ് ജാരസന്തതികൾ വർദ്ധിക്കുന്നത് കാണാം. സിനയുടെ മക്കൾ. ഈ കഴിഞ്ഞ ആഴ്ചയല്ലേ എറണാകുളത്ത് ജനിച്ച ഉടനെ ഒരു കുഞ്ഞിനെ തുണിയിൽ പൊതിഞ്ഞ ഒരൊറ്റ പറമ്പിലേക്ക് എറിഞ്ഞതാ, പക്ഷെ നടുറോഡിൽ വന്നു വീണു അല്ലേ. നല്ല കുഞ്ഞാണെങ്കിൽ എറിയുവോ? എറിയോ? ഏതോ ദുർബല നിമിഷത്തിൽ ആദ്യം ചിരിക്കും, പിന്നെ വർത്തമാനം പറയും, പിന്നെ ഫോൺ നമ്പർ ചോദിക്കും, പിന്നെ സന്ധിക്കും. സുഹൃത്തുക്കളെ, പിന്നെ ഉണ്ടാകുന്ന വിഷയം അറിയാവല്ലോ, വയറ് വീർക്കും. അള്ളാഹു കാക്കട്ടെ അല്ലേ. വലതുസിന. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, എന്തൊക്കെയാണ് ലോകത്ത് നടക്കുന്നത്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ലാ തഖൂമു സ്സാഅതു ഹത്താ യൽഹറൽ ഫുഹ്ഷു വത്തഫാഹുഷു വഖതിഅത്തുർ റഹ്മ. അശ്ലീലതയും വൃത്തികേടുകളും നഗ്നതയും അതിനെ പ്രയോഗവൽക്കരണത്തിൽ കൊണ്ടുവരലും കുടുംബബന്ധം മുറിക്കലും ഖിയാമത്തടുക്കുമ്പോൾ സംഭവിക്കും. കോളിളക്കം സൃഷ്ടിച്ചില്ലേ കർണാടക ലോക്സഭയിൽ, അവിടുത്തെ ഇലക്ഷനിൽ അല്ലേ. മുൻ പ്രധാനമന്ത്രിയുടെ പൗത്രൻ എന്താണ് കാണിച്ചത്? പ്രജ്വൽ രേവണ്ണ, ഹാസനിലെ MP-യാ. ഞാൻ ഹാസനിൽ പോയിട്ടുണ്ട്. അല്ല, മനോഹരമായ സ്ഥലമാണ് ഹാസൻ. പോയിട്ടുണ്ടോ നിങ്ങള്? കർണാടകയിലെ ഹാസനിൽ പോയിട്ടുണ്ടോ? അവിടുത്തെ MP-യാണ്, മുൻ പ്രധാനമന്ത്രിയുടെ പേരക്കുട്ടിയാണ്. സുഹൃത്തുക്കളെ, 2976 നഗ്ന വീഡിയോകൾ പെൻഡ്രൈവിലാക്കിയിരിക്കുന്നു. ഇന്ന് അവിടുത്തെ ജനങ്ങളൊക്കെ അത് നോക്കിക്കൊണ്ട് കുത്തിയിരിക്കുക. എല്ലാവരും അല്ല കേട്ടോ, അത് ആഗ്രഹിക്കുന്നവർ. എന്തൊരവസ്ഥയാണല്ലേ. ആ ചങ്ങാതി രായ്ക്ക് രാമാനം ജർമ്മനിയിലേക്ക് സ്ഥലം വിട്ടു. ഇനി ഇലക്ഷൻ കഴിഞ്ഞിട്ടേ വരുന്നുള്ളെന്നാ. അദ്ദേഹത്തിനെ തെരഞ്ഞെടുത്തോന്നറിയില്ല. വോട്ട് മുഴുവനും എവിടെയുണ്ട്? EVM-നകത്ത് കിടക്കുകയാ. സുഹൃത്തുക്കളെ, 1ഉം 2ഉം വീഡിയോ അല്ല, 2976 വീഡിയോ. അല്ലെങ്കിൽ തന്നെ കർണാടക അസംബ്ലിയിൽ പുറകിയിരിക്കുന്നവരൊക്കെ AC-യുടെ തണുപ്പത്തിരുന്ന് നോക്കുന്നത് എന്താ അറിയോ? അശ്ലീല ചിത്രങ്ങളാ. അള്ളാഹു കാക്കട്ടെ. നല്ല പരിപാടിയാണെന്നാ വിചാരിച്ച്? മനുഷ്യനാണ്, കണ്ടിട്ടുണ്ടാവും. ഹബീബെ, ഇനി കാണല്. സ്ത്രീയുടെ മാദകത്വം നൂൽബന്ധമില്ലാത്ത രൂപത്തിൽ നമ്മുടെ ഫോണിലേക്ക് വരുന്നത് ഈ 13,000 ഉപഗ്രഹങ്ങളാണ്. ചുറ്റിത്തിരിയുന്നു. മനസ്സിലായോ നിങ്ങൾക്ക്? ആകാശം നിങ്ങൾക്ക് മീതെ ഷർറ് കോരിച്ചൊരിയാൻ പോകുന്നു. അത് മരുഭൂമിയിൽ വരെ നിങ്ങൾക്ക് ലഭിക്കും എന്ന് മുഹമ്മദ് മുസ്തഫ അവിടെന്ന് പറഞ്ഞ കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നോക്കൂ, കൊലപാതകങ്ങൾ വർദ്ധിക്കുന്നു. അതുപോലെ മനുഷ്യർക്ക് സന്തോഷം നഷ്ടപ്പെടുന്നു, മരണത്തെ കൊതിക്കുന്നു. لا تقوم الساعة حتى يمر الرجل بقبر الرجل فيقول يا ليتني مكانه. ലോകം അവസാനിക്കുകയില്ല. ഒരു മനുഷ്യൻ മറ്റൊരാളുടെ മരിച്ചുപോയ ഒരാളുടെ ഖബറിന്റെ അരികിലൂടെ നടന്നു പോകുമ്പോൾ അവൻ ചിന്തിക്കും, അവൻ ആലോചിക്കും, യാ ലൈതനി മകാനഹു, ഈ ഖബറാളിയുടെ സ്ഥാനത്ത് ഞാനായിരുന്നുവെങ്കിൽ എന്നാഗ്രഹിക്കും. മരണത്തെ കൊതിക്കും. അത്രമാത്രം പരീക്ഷണങ്ങൾ വരും. ഒരു ഹദീസിൽ കാണാം, ബാദിറൂ ബിൽ അഅമാലി ഫിതനാ കഖിതഇൽ ലൈലിൽ മുളിം. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, നിങ്ങൾ അമലുകൾ ചെയ്യാൻ മുന്നോട്ട് വരണേ, കർമ്മങ്ങൾ ചെയ്യണേ, അമലുകൾ വർദ്ധിപ്പിക്കണേ. കാരണം ഇനിയുള്ള കാലഘട്ടം ഫിത്നയും ഫസാദും നിറഞ്ഞതായിരിക്കും. ഏതുപോലെ?
കകിതഇൽ ലൈലിൽ മുദ്ലിം, അന്ധകാരം മുറ്റിയ ഇരുളിന്റെ കഷ്ണങ്ങൾ പോലെ, കൂരിരുട്ട് നിറഞ്ഞ രാത്രി പോലെ ഫിത്നകളും ഫസാദുകളുമായിരിക്കും അന്ന് നിങ്ങൾ അമലുകൾ ചെയ്തോ. ഫിത്നകൾ വരുന്നതിന് മുമ്പ് നിങ്ങൾ അമലുകൾ ചെയ്തോ. ഇപ്പൊ കിട്ടുന്ന ഈ ശാന്തമായ അവസരം നിങ്ങൾ ഉപയോഗപ്പെടുത്തിക്കോ. ദിവസം ഒരു ജുസു എങ്കിലും ഓദിക്കോ. അല്ലാഹു പടച്ചോൻ തൗഫീക്ക് ചെയ്യട്ടെ. യുദ്ധം ചെയ്യണേ. ഈ ആൻഡ്രോയിഡ് സെറ്റുകളോടൊക്കെ യുദ്ധം ചെയ്യണം. സിനിമാ പോസ്റ്ററൊന്നും നോക്കരുത്. സിനിമകളെയൊക്കെ മാറ്റിവെക്കണം. നഫ്സിനോട് പോരാടണം. അല്ലാഹു പടച്ചോൻ തൗഫീക്ക് നൽകട്ടെ. അല്ലാഹു പടച്ചോൻ തൗഫീക്ക് നൽകട്ടെ. മുത്തുനബി പറഞ്ഞു, യുസ്ബിഹുർ റജുലു മുഅ്മിന വയുംസി കാഫിറ. നോക്കൂ, നിങ്ങൾക്ക് കാണാം രാവിലെ മുഅ്മിൻ, വൈകിട്ട് കാഫിർ. വയുംസി മുഅ്മിന വയുസ്ബിഹു കാഫിറ. വൈകിട്ട് മുഅ്മിൻ, അടുത്ത പ്രഭാതത്തിൽ അവൻ കാഫിറായി മാറും. ഈ അടുത്ത കാലത്ത് പണ്ട് പ്രശ്നം ചേകന്നൂരായിരുന്നു. ഇന്നിപ്പോ 100 കണക്കിന് ചേകന്നൂരിന്റെ അനുയായികളുണ്ട്. ഉണ്ടോ ഇല്ലേ ഉസ്താദേ? ഇല്ലേ? ഉണ്ടോ ഇല്ലേ? ഈയിടെ വീഡിയോയിൽ ഒരുത്തന്റെ പ്രസംഗം വന്ന് ചാടി. ഡോക്ടർ ആരിഫ് ഹുസൈൻ. ഞാൻ വിചാരിച്ചു ഏതോ മഹാനായിരിക്കും എന്ന് ഓർത്ത് ഓണാക്കി ഉസ്താദെ. സുബ്ഹാനല്ലാഹ്. അള്ളാഹുവിനെയും അവന്റെ ഹബീബിനെയും ചീത്ത വിളിക്കുക. പണി കിട്ടുമോ? പിന്നെ കിട്ടാതെ എവിടെ പോവല്ലേ? നമ്മുടെ ജാമിദാനറിയില്ലേ? ജാമിദ ടീച്ചർ, അവരല്ലേ ഈയിടെ ജുമാ നിസ്കരിച്ചത്. ജുമാ 2 റക്അത്തല്ലേ? ഈ പെണ്ണുങ്ങൾ 1 റക്അത്ത് നിസ്കരിച്ചുള്ളൂ. ജാമിദ ടീച്ചറിന്റെ കോലം കണ്ട നിങ്ങള്? യാ അല്ലാഹ്, ബ്ലൗസിന് കൈയില്ല. പണ്ട് ഒരുവിധമൊക്കെ ഔറത്ത് മറച്ച് നടന്നിരുന്നു. ഇപ്പോഴത്തെ അവസ്ഥ എന്താ? അതുകൊണ്ട് ഇത്തരത്തിലുള്ള ചാനലുകളൊന്നും നമ്മൾ ഓപ്പൺ ചെയ്യരുത് കേട്ടോ. കാരണം അവരൊക്കെ ജീവിക്കുന്നത് അതുകൊണ്ടാണ്. അള്ളാഹു പടച്ചവൻ നമ്മളെ കാക്കട്ടെ. സർവേശ്വരനായ അള്ളാഹുവിനെ സ്നേഹിക്കണേ. നമസ്കാരത്തിൽ അള്ളാഹുവിന്റെ മുമ്പിൽ കൈകെട്ടുമ്പോഴാ മുത്തുനബി പറഞ്ഞു, ഖുറത്തു ഐനുൻ ലീ ഫിസ്സലാ. എന്റെ കണ്ണ് കുളിർമയാകുന്നത് നമസ്കാരത്തിലാ. നമസ്കാരത്തിൽ നമ്മുടെ കണ്ണ് കുളിർമയാകണം. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. നോക്കൂ, അബൂബക്കർ ഹാജി, എല്ലാവർക്കും സമ്പത്ത് വിലപ്പെട്ടതല്ലേ. അബൂ ഷമാസിനതെ, സുബൈർ ബാക്കവി ഉസ്താദിനതെ, റഹീമിനതെ, എല്ലാവർക്കും സമ്പത്ത് വിലപ്പെട്ടതാ. പാടുപെട്ട സമ്പത്ത് ഉണ്ടാക്കുന്നത്. തരുന്നവൻ അള്ളാഹു ആണെങ്കിലും അജ്മിലു ഫി ത്വലബ്, നിങ്ങൾ മാന്യമായി തേടിക്കോ, ഞാൻ തരാമെന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട് അല്ലേ? സുഹൃത്തുക്കളെ, അദ്ദേഹത്തിന്റെ വിലപ്പെട്ട ധനം അള്ളാഹുവിനൊരു ഭവനം നിർമ്മിച്ചുകൊണ്ട് നൽകി. അള്ളാഹു ഈ സൽക്കർമ്മം കബൂലാക്കട്ടെ. അള്ളാഹു സ്വീകരിക്കട്ടെ. ആരെങ്കിലും അള്ളാഹുവിന് വേണ്ടി ഒരു മസ്ജിദ് പണി കഴിപ്പിച്ചാൽ, ഒരു കൊച്ചു പള്ളി, ഖദറ മഫ്ഹസി ഖതാത്ത്. ഖതാത്ത് എന്ന് പറഞ്ഞാൽ കാടപ്പക്ഷി. കാടപ്പക്ഷിയുടെ കൂടിന്റെ വലിപ്പം ചെറുതല്ലേ അത്? ഒരു കൊച്ചു പള്ളിയാ, മനോഹരമായ ഒരു പള്ളി. ചെറുതാണെങ്കിലും പണിതാൽ, ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന, നാളെ സ്വർഗത്തിൽ അല്ലാഹു നിനക്ക് വേണ്ടി ഒരു കൊട്ടാരം പണിതു തരും, ഒരു രമ്യഹർമ്മ്യം നിനക്ക് വേണ്ടി പണിതു തരും. അല്ലാഹു അബൂബക്കർ ഹാജിക്കും കുടുംബത്തിനും ഭാര്യയ്ക്കും മക്കൾക്കും ആഫിയത്തുള്ള ദീർഘായുസ്സു നൽകട്ടെ. ഇവിടെ എന്താ കാണിച്ചത്? ഇവിടെ ഡോക്യുമെന്റ്. ഞാനും സുബൈർ സാദും കണ്ടില്ല കേട്ടോ. അത് തന്നെ മറവ് കൊണ്ട് ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ല. പിന്നെ എന്നാലും മനസ്സുകൊണ്ട് കണ്ടു കേട്ടോ. ഇന്ന് ഇന്നലെ എനിക്ക് പെരുമ്പാവൂരായിരുന്നു. അപ്പൊ ഇന്ന് അവിടെ വരുന്ന ഉസ്താദ് ആരെന്നറിയോ? ആമയാ. 2 കണ്ണിനും കാഴ്ചയില്ല. പക്ഷെ ബാക്കവിയാ. അതെങ്ങനെയാ അന്ധനായ ഒരു ആലിമു ബാക്കവിയായത്? പക്ഷെ എന്തൊരു ഓർമ്മയാന്നറിയോ? ഞാൻ ചെന്ന് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു. ഷമാസ് ഉസ്താദ് അല്ലേ? കണ്ടോ, ഒരു സലാം എന്ന സൗത്ത് കൊണ്ട് ഉസ്താദ് തന്നെ തിരിച്ചറിഞ്ഞു. അതാണ്. അതുപോലെ ഞാൻ കണ്ണൂർ കാമ്പസാർ പള്ളി ഖത്തീബായിരുന്നു മുമ്പ്. അപ്പോൾ നമ്മുടെ ഈ ചെറുകുന്ന് ദറസിലൊരു മതാലിമുണ്ടായിരുന്നു. ഇതുപോലെയാ, ഹാഫിലായിരുന്നു. ആമയാണ്, ഹാഫിലായിരുന്നു. നമ്മൾ ഒറ്റ സലാം പറഞ്ഞാൽ മതി. ഭയങ്കര ഓർമ്മയാ. ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, ഖാലിദ് ഉസ്താദ് പാനിപ്ര എന്ന് പറയും. നിങ്ങളൊക്കെ വിളിച്ചാൽ വണ്ടിക്കൂലിയൊക്കെ കൊടുത്താൽ മൂപ്പര് വരും കേട്ടോ. മുസ്തജാബ് ദഅവത്താണ്. ജീവിതത്തിൽ ഒരു ഹറാമ് കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല. ആ ഹൃദയം എത്ര സഫ്വത്തുൽ ഖൽബായിരിക്കും. നമ്മുടെ ഹൃദയം ചീത്തയാവുന്നതിന് കാരണം കണ്ണല്ലേ? ആണോ അല്ലേ? നമ്മൾ കണ്ണുകൊണ്ട് ഫോട്ടോ എടുക്കുകയല്ലേ?
എന്നിട്ട് അതിനെ സൂക്ഷിക്കുകയല്ലേ. നമ്മുടെ മൊബൈൽ ചെയ്യുന്ന അതേ പരിപാടിയാണ് കണ്ണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു മനുഷ്യന് കണ്ണിന് അള്ളാഹു ബസീറത്ത് കൊടുത്തിട്ടില്ലെങ്കിൽ ആ മനുഷ്യൻ്റെ ഹൃദയത്തിന് എത്ര തസ്കിയത്തുണ്ടാവും അല്ലേ. അദ്ദേഹത്തിൻ്റെ ദുആ സ്വീകരിക്കപ്പെടുന്നു എന്ന് നാട്ടുകാർ പറയുന്നു. പെയ്തുകൊണ്ടിരുന്ന മഴ നിന്നിട്ടുണ്ട്, മഴ ഒട്ടും പെയ്യാത്ത സ്ഥലത്ത് മഴ പെയ്തിട്ടുണ്ട്. പല കാര്യങ്ങളും, പല രോഗങ്ങളും. അള്ളാഹു പടച്ചവൻ അദ്ദേഹത്തിന് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. ജവാദെ ഒന്ന് കൊണ്ടുവരണ്ടേ പാനിപ്പുറ ഖാലിദ് ഉസ്താദിനെ. ഇന്ന് അദ്ദേഹമാണ് അവിടെ വാളും ദുആയും ഒക്കെ. മനസ്സിലായില്ലേ? പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ പള്ളി നിർമ്മിച്ച വ്യക്തി, ആ കുടുംബം, അദ്ദേഹത്തിന്റെ ധനം അള്ളാഹുവെ നീ സ്വീകരിക്കണേ അല്ലാ. റഹീം എന്നിട്ട് എന്നോട് പറഞ്ഞു, ഉസ്താദെ വിഷയമൊക്കെ അവതരിപ്പിച്ചിട്ട് നമുക്ക് ചെറിയ കടമൊക്കെ ഉണ്ട്, ഞാൻ അതിനെ ഗൗരവത്തിൽ കാണുന്നു. ഇൻഷാ അല്ലാഹ് ഞാൻ ചോദിക്കാം, ജനങ്ങളോട് പറയാം. നമ്മുടെ മദ്രസ ഇത് പണിതാരാ? രണ്ടാം നില പണിത് അബുക്കറാജിയ. മാഷാ അല്ലാ, രണ്ടാം നില. മാഷാ അല്ലാ. അള്ളാഹുവെ നീ എന്നെയും ഒരു സമ്പന്നനാക്കണേ അല്ലാ. ആമീൻ പറഞ്ഞോ. നമ്മുടെ ഈരാറ്റുപേട്ടയിൽ ഒരു പള്ളി പണിയാനുണ്ട് ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് എൻ്റെ ആഗ്രഹം അള്ളാഹു സമ്പത്ത് തന്നെങ്കിൽ പണിത് കൊടുക്കണമെന്നാ. നിങ്ങളൊക്കെ ദുആ ചെയ്യണേ. ഞങ്ങളുടെ ഈരാറ്റുപേട്ടയെ പറ്റി അറിയുമോ? ഈയിടെ ഒരാളെന്നോട് ചോദിക്കുക, ഉസ്താദിന്റെ വീട് കോട്ടയത്തല്ലേ? കോട്ടയത്ത് മുഴുവൻ അച്ചായന്മാരല്ലേ എന്ന് എന്നോട് ചോദിക്കുക. ഞങ്ങളുടെ ഈരാറ്റുപേട്ട എന്താന്നാ? മജ്മഅൻ നെഹ്റൈ, ഈരാറ് 2 പുഴ സംഗമിക്കുന്ന സ്ഥലമാ. 3 ഔലിയാക്കളുടെ മക്ബറ, 16 ജുമാഅത്ത് പള്ളി, 55 നമസ്കാര പള്ളി, 3 അറബിക് കോളേജ്. തെക്കൻ തിരുവിതാംകൂറിലെ പൊന്നാനിയാണ് ഈരാറ്റുപേട്ട. ഞങ്ങളുടെ ഉപ്പാപ്പ മക്കയിൽ നിന്ന് ആന്ധ്രോത്തിൽ വന്നു, ആന്ധ്രോത്തിൽ നിന്ന് ഈരാറ്റുപേട്ടയിൽ വന്നു, ഈരാറ്റുപേട്ട നീനാറുപള്ളിയുടെ ഖാലിസ്ഥാനം ഏറ്റെടുത്തു. ഞങ്ങൾ ഈരാറ്റുപേട്ടയിൽ ലബ്ബമാരെന്ന് അറിയപ്പെടുക. ഞങ്ങളുടെ ഫാമിലിക്കാണ്, ലബ്ബമാർക്കാണ് ഈരാറ്റുപേട്ട ആദ്യത്തെ പള്ളിയിലെ ഖാലിസ്ഥാനം. ഈയിടെ ഇസ്മായിൽ ഉസ്താദ് മരിച്ചു, 45 കൊല്ലം ഹത്തീബായിരുന്നു. അല്ലാഹു ആ ഖബർ വിശാലമാക്കട്ടെ. പറഞ്ഞു മനസ്സിലായോ? ഈരാറ്റുപേട്ട ഇപ്പം വരണമെന്ന് തോന്നുന്നുണ്ടല്ലേ? അവിടെ നിന്ന് 22 കിലോമീറ്റർ പോയാൽ വാഗമൺ, അവിടെയാണ് ഷേഖ് ഫരീദ്. ആ പാറപ്പുറത്ത്, ആ പാറ ഒന്ന് കാണേണ്ടതാ. സുബ്ഹാനല്ലാഹ്. ജവാദ് വന്നിട്ടുണ്ടോ? നിമിഷം വരണം കേട്ടോ. പോകുന്ന വഴിക്ക് എൻ്റെ വീട്ടിലും കയറണം. കോലാഹലമേടെന്ന് പറയും. അവിടെയാണ് ഷേഖ് ഫരീദ്. സുഹൃത്തുക്കളെ, നിമിഷ നേരം കൊണ്ട് ഈരാറ്റുപേട്ടയിൽ നിന്ന് കുതിരപ്പുറത്ത് നിമിഷ നേരം കൊണ്ട് അള്ളാഹുവിന്റെ ഔലിയാക്കൾക്ക് അങ്ങനെയാ, ഭൂമി ചുരുട്ടപ്പെടുമെന്നാണ്. അല്ലേ ഉസ്താദെ? സുബഹിക്കുമ്പോ തിരിച്ചു പോവുകയും ചെയ്യും. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. കോലാഹലമേട്. അവിടെ ഖബറുകളൊക്കെ ഉണ്ട്. അള്ളാഹുവിന്റെ ആരിഫീങ്ങൾ, ഔലിയാക്കൾ ഇബാദത്തിന് പറ്റിയ സ്ഥലം തെരഞ്ഞെടുത്തിരുന്നു. ഏതുപോലെ ജബലുന്നൂറിന്റെ മുകളിൽ ഗാർ ഹിറ അള്ളാഹുവിന്റെ ഹബീബ് തെരഞ്ഞെടുത്തതുപോലെ. അല്ലേ? അതുകൊണ്ട് ഈരാറ്റുപേട്ടയെ പറ്റി ഞാൻ ചുരുക്കി പറഞ്ഞതാണ്. നിങ്ങൾ മനസ്സിലാക്കി തന്നാലല്ലേ നിങ്ങൾക്കറിയൂ. ഒരുപാട് സാലിഹീങ്ങളുണ്ട്. ഒരു സ്ഥലത്തും മഴ പെയ്തില്ലെങ്കിലും ഈരാറ്റുപേട്ടക്കാർക്ക് അല്ലാഹു മഴ തരും. കാരണം 45,000 പോപ്പുലേഷൻ ഉണ്ട് അവിടെ. ഓരോ വീട്ടിലും ഖുർആൻ ഓതുന്നുണ്ട്, ദിക്റുകളും സ്വലാത്തുകളും ചൊല്ലിക്കൊണ്ടിരിക്കുന്നുണ്ട് ഉമ്മപെങ്ങന്മാർ. ഈരാറ്റുപേട്ടയിലെ ഉമ്മപെങ്ങന്മാർ നല്ലവരാ. ളുഹാ നിസ്കരിക്കുന്ന പെണ്ണുങ്ങളാ. ഉസ്താദിന്റെ ചുഴലിയിലെ പെണ്ണുങ്ങൾ ളുഹാ നിസ്കരിക്കുന്നുണ്ടോ? ഉണ്ടോ? അവ്വാബീൻ നിസ്കരിക്കുന്നുണ്ടോ? കുറച്ചൊക്കെ ഉണ്ടല്ലേ? അൽഹംദുലില്ലാഹ്. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. തഹജ്ജുദ് നിസ്കരിക്കണം. ഇസ്തിഗ്ഫാർ ഉള്ള നാട്ടിൽ മഴ പെയ്യും. അല്ലാഹു പടച്ചവൻ അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹു ഈ പള്ളിയെ, ഈ മസ്ജിദു തഖ്വയെ നമ്മുടെ ജീവിതത്തിൽ തഖ്വയുണ്ടാക്കുന്ന പള്ളിയായി. എന്താ തഖ്വ? പാതയം എന്ന് പറഞ്ഞാൽ യാത്രക്കാരൻ എടുക്കുന്ന ലഗേജിനാണ് പാതയം എന്ന് പറയുന്നത്, അല്ലേ? സുഹൃത്തുക്കളെ, നമ്മൾ യാത്രയിലാണ്. ആലമുൽ അർവാഹിൽ നിന്ന് നമ്മളിതാ അജ്സാമിലെത്തി നിൽക്കുന്നു. ഇനി ബർസഖി ജീവിതമാണ്. ആ ബർസഖി ജീവിതത്തിൽ ഒറ്റയ്ക്കാണ്, അല്ലേ? മഹ്ശറയിലേക്കുള്ള യാത്ര ഒറ്റയ്ക്കാണ്, മഹ്ശറയിൽ ഒറ്റയ്ക്കാണ്. അപ്പോഴൊക്കെ നമുക്ക് കൂട്ടാരാണ്. ഒരു ഉറുദു കവി പാടി, സാരേ മസേ ലേത്തി ഹൈ തൂ ദിക്ർ കീ ലസ്സത്ത് സേ ക്യോ ഗാഫിൽ ഹൈ തൂ. നീ നാവ് കൊണ്ട് എല്ലാ വിനോദവും പറയുന്നു, സ്വറ പറയുന്നു, തമാശ പറയുന്നു. ദിക്ർ കീ ലസ്സത്ത് സേ ക്യോ ഗാഫിൽ ഹൈ തൂ. നിന്റെ നാവ് കൊണ്ട് എപ്പോഴും നീ ദിക്റുകൾ ഉരുവിടണം. നിനക്കെന്താണ് മടി? കണ്ടോ? 10 ദിക്ർ ചൊല്ലുമ്പോൾ ഇബ്ലീസ് വരും. അതേസമയത്ത് ആ കടയുടെ വരാന്തയിരുന്ന് സ്വറ പറയാൻ മണിക്കൂറുകൾ പോയാലും രസവാ, ഒരു ബുദ്ധിമുട്ടുമില്ല, അല്ലേ?
അള്ളാഹുവിന്റെ മലക്കുകൾ രാവും പകലും ദിക്ർ ചെയ്യുന്നു, അവർക്കും മടിയില്ലെന്ന് ഖുർആൻ, അവർക്കും മടിയില്ല. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഞാൻ വിഷയത്തിലേക്ക് വരികയാണ്. മസ്ജിദ് തഖ്വയെ പറ്റി ഓർത്തപ്പോഴാണ് ഇത് പറഞ്ഞത്. ഒരു കാര്യം കൂടി പറയട്ടെ. നേരത്തെ ഇവിടെ പറയുന്നത് കേട്ടു, തൽഹത്ത് ഫൈസിയാണെന്ന് തോന്നുന്നു പറഞ്ഞത്, സുബഹിക്ക് എഴുന്നേൽക്കണം, ജമാഅത്തിന് വരണം. നൗമത്തുസ് സുബ്ഹ യംനഉർ റിസ്ഖ്. മുത്തുനബി പറഞ്ഞു, സുബഹിക്കുള്ള ഉറക്കം റിസ്കിനെ തടയും. ഇവിടെ ഒരു ഹദീസ് ഞാൻ കണ്ടു കഴിഞ്ഞ ദിവസം. ഫാത്തിമത്തു സഹറ റളിയല്ലാഹു അൻഹാ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. മർറബി റസൂലുള്ളാഹ് വഅന മുൽതജിഅത്തുൻ മുതസബ്ബിഹത്തുൻ. പ്രഭാത സമയത്ത് ഞാൻ ചുരുണ്ടുകൂടി ഉറങ്ങുമ്പോ അള്ളാഹുവിന്റെ റസൂലിന്റെ അടുത്തുകൂടി നടന്നു പോയി. അള്ളാഹുവിന്റെ റസൂൽ ഫഹറഖനി ബിരിജിലി, അവിടത്തെ മുബാറക്കായ കാലുകൊണ്ട് എന്നെ ഇങ്ങനെ ഇളക്കി. അപ്പൊ നിലത്താ കിടന്നെന്ന് മനസ്സിലായി, പായ വിരിച്ചാ കിടന്നെന്ന് മനസ്സിലായി. കാലുകൊണ്ട് എന്നെ ഇങ്ങനെ ഇളക്കി. മുത്തുനബി ഫാത്തിമത്തു സഹറ നല്ല ചുരുണ്ട് കിടന്നുറങ്ങുക സുബഹിക്ക്. എന്നിട്ട് പറഞ്ഞു, യാ ബുനയ്യ, എന്റെ കുഞ്ഞുമോളെ, ഖൂമി, നീ എഴുന്നേൽക്കണം. വഷ്ഹദി റിസ്ഖ റബ്ബികി, നിന്റെ റബ്ബിന്റെ ഭക്ഷണത്തിന് നീ സാക്ഷിയാകണം. വലാ തകൂനി മഅൽ ഗാഫിലീൻ, നീ അശ്രദ്ധന്മാരിൽ പെട്ടുപോകരുത്. ഗഫലത്ത് ബാധിച്ച പെണ്ണുങ്ങളിൽ നീ പെട്ടുപോകരുത്. ഫഇന്നല്ലാഹ അസ്സ വജൽ, അല്ലാഹു തആല യഖ്സിമു അർസാഖൽ ഇബാദ്, അടിമകളുടെ ഭക്ഷണം അല്ലാഹു വീതിച്ചു കൊണ്ടിരിക്കുന്നു. മാ ബൈന തുലൂഇൽ ഫജ്രി ഇലാ തുലൂഇശ് ശംസ്, പ്രഭാതം ഉദിക്കുന്നത് മുതൽ സൂര്യോദയം വരെയുള്ള ആ 3/4 മണിക്കൂർ, 1 മണിക്കൂർ സമയത്താണ് അല്ലാഹു അവന്റെ അടിയാറുകൾക്ക് റിസ്ക് വീതം വെക്കുന്നത്. ആ സമയത്ത് നീ കിടന്നുറങ്ങരുത് മകളെ. മുത്തുനബി കരളിന്റെ കഷ്ണം എന്ന് പറഞ്ഞ ഫാത്തിമയോട് പറഞ്ഞ വാക്കാ ഇത്. ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുകയാ. ഇന്നലെ ഞാൻ അത്തർഗീബ് വത്തർഹീബ്, ഞാൻ വെറുതെ ഇരിക്കുമ്പോൾ കിതാബൊക്കെ മുത്താല ചെയ്യും കേട്ടോ. അത് നല്ല സ്വഭാവമല്ലേ ഉസ്താദെ. എൻ്റെ വല്യുപ്പ ഒരു സൂഫിയും ഒരു വലിയ പണ്ഡിതനുമായിരുന്നു. കട്ടാമ്പറമ്പിൽ മുഹമ്മദ് ലബ്ബ അലിം സാഹിബ്, തൊടുപുഴ ഹസറത്തിൻ്റെ ശിഷ്യനാ. ഉറുദു, ഫാരിസി, അറബി 3 ഭാഷയിൽ നല്ല കഴിവായിരുന്നു വല്യുപ്പ. 87 വഫാത്തായി. അള്ളാഹു ആഖിറം വെളിച്ചമാക്കി കൊടുക്കട്ടെ. കിട്ടിയില്ലേ ദുആ, ഇതല്ലേ അവസരം എന്ന് പറയുന്നത് അല്ലേ. കിട്ടിയില്ലേ, ഉപ്പപ്പാക്കും കിട്ടിയില്ലേ, ഒരു ഓഹരി നിങ്ങളുടെ ആമയും കിട്ടിയില്ലേ. വല്യുപ്പ അള്ളാഹു തആല അദ്ദേഹം എപ്പോഴും പറയും മുതാല ചെയ്യണം. മൂപ്പര് പറഞ്ഞൊരു വാക്കാണ് അന്ന്, മം ഫതഹ ബാബൽ മുതാലഅതി ഫതഹല്ലാഹു അലൈഹി ബാബൽ ഉലൂമി. ആരെങ്കിലും മുതാലഅ കിതാബുകൾ എപ്പോഴും തുറന്ന് വായിച്ചു കൊണ്ടിരുന്നാൽ അവർക്ക് അല്ലാഹു അറിവിന്റെ വാതായനങ്ങൾ തുറന്നു കൊടുക്കും അല്ലേ. അന്ന് തന്നെ വല്യുപ്പ ഒരു കാര്യം പറഞ്ഞു, മൻ അമില ബിമാ അലിമ അല്ലമഹുല്ലാഹു മാ ലം യഅലം. അന്നൊക്കെ ഇങ്ങനെ പാറയെ കൊത്തിയതുപോലെ ഹിഫ്ളാവുമായിരുന്നു. ഇൽമനുസരിച്ച് അമൽ ചെയ്താൽ അള്ളാഹു അവൻ പഠിക്കാത്തത് അറിയാത്ത കാര്യം പഠിപ്പിച്ചു കൊടുക്കും. ഈ അടുത്ത കാലം വരെ ഇങ്ങനെ രാത്രി അത്യാവശ്യം ഔറാദുകളൊക്കെ ചൊല്ലിയിട്ട് കിടക്കുമ്പോൾ ഞാൻ രാത്രി ഇങ്ങനെ ഒരുപാട് അറബി ഭാറത്തുകൾ ഇങ്ങനെ വായിക്കുമായിരുന്നു. വായിക്കുമ്പോൾ സ്വപ്നത്തിലാണ് വായിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം മനസ്സിലാവുമായിരുന്നു. പക്ഷെ അത് മുറിഞ്ഞു പോയി. ഇപ്പോൾ എന്താ കാരണം എന്നറിയില്ല, എന്തോ തെറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. അള്ളാഹു പുറത്തു തരട്ടെ. എന്താ എനിക്കങ്ങനെ പറയാനൊന്നും ഒരു വിഷമവും ഇല്ല. ഫലാ തുസക്കു അംഫുസക്കും അല്ലേ. നിങ്ങൾ വലിയ ആളാണെന്ന് പൊക്കി പറയണ്ട അല്ലേ. അള്ളാഹുവിലേക്ക് അടുക്കാൻ അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. അതുകൊണ്ട് ഇൻഷാ അല്ലാ ഞാനൊരു സ്ഥലത്ത് വാളിന് പോയി. അവിടുത്തെ മുഴുവൻ പെണ്ണുങ്ങളും വാളിന് വന്ന് എങ്ങനെയാണെന്നറിയുന്നോ, അവരുടെ കയ്യിൽ തസ്ബീഹുമാലയുണ്ട്. ഒരു ഗ്രാമത്തിലെ മുഴുവൻ വനിതകളും അള്ളാഹുവിനെ എപ്പോഴും ഓർക്കുന്ന സ്ത്രീകൾ. അള്ളാഹുവിനെ വളരെ കൂടുതൽ ദിക്ർ ചെയ്യുന്ന പുരുഷന്മാരും സ്ത്രീകളും. അള്ളാഹു നമ്മളെ മൂന്നിയൂർ ചുഴലിയിലെ ഉമ്മ പെങ്ങന്മാരെയും യുവാക്കളെയും ആ ഗണത്തിൽ ഉൾപ്പെടുത്തട്ടെ. അതുകൊണ്ട് അധാർമികതകൾ വർദ്ധിക്കുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നോക്കൂ, ഖിയാമത്ത് അടുക്കുകയാ. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞ സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാ. ലോകത്ത് സമാധാനം നഷ്ടപ്പെടും. ആ സമയത്ത് ജനങ്ങൾ ഒരു വിമോചകനെ കൊതിക്കുമ്പോൾ അള്ളാഹു തആല ഇമാം മഹദിയുടെ ഖുറൂജ് എളുപ്പമാക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. ഇനി മഹദിയിലേക്ക് നമുക്ക് കടക്കാം. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ചെറിയ അടയാളങ്ങളെയും വലിയ അടയാളങ്ങളെയും കോർത്തിണക്കുന്ന ഒരു മിഡ്
നടുവിൽ വരുന്ന അടയാളമാണ് ഇമാമുന മഹ്ദി റളിയല്ലാഹു അൻഹു. ആരാണ് ഇമാം മഹ്ദി? ആദ്യം നമ്മൾ മനസ്സിലാക്കുക, ഇമാം മഹ്ദി അഹ്ലു ബൈത്തിൽപ്പെട്ട സയ്യിദ. 50 ഹദീസുകൾ 30 സഹാബാക്കളിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ സഹീഹായ ഹദീസുണ്ട്, ഹസനായ ഹദീസുണ്ട്, ലൈഫായ ഹദീസുമുണ്ട്. വൽ അഹാദീസുൽ വാരിദതു ഫിൽ മഹ്ദി 50 ഹദീസ. 50 ഹദീസുകൾ വന്നിട്ടുണ്ട്. ഇമാം മഹ്ദി വരുമെന്ന് അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് ദൃഢീകരിക്കുന്നു കേട്ടോ. ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം. അബൂ ദാവൂദ് ഉദ്ധരിച്ച ഹദീസ്, സഹീഹായ ഹദീസിൽ കാണാം, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അൽ മഹ്ദിയു മിന്നീ, ഇമാം മഹ്ദി എന്നിൽപ്പെട്ടവനാണ്. ഐ മിൻ നസ്ലി വ നസബി, എന്റെ കുടുംബത്തിൽപ്പെട്ടവനാണ് ഇമാം മഹ്ദി, സയ്യിദാണ്. അജ്ലൽ ജബ്ഹ അഖ്നൽ അൻഫി, നെറ്റിത്തടം വീതി കൂടിയ ആളാണ്. മൂക്ക് വളഞ്ഞ് കൂർത്തയാളാണ്. അതൊരു സൗന്ദര്യമാണ്. മൂക്കിങ്ങനെ നീണ്ടിട്ട് അഗ്രം ഇങ്ങനെ കൂർത്ത്, ആ മൂക്കിനെ എല്ലാവരും നോക്കും. വീതി കൂടിയ നെറ്റി, സുന്ദരൻ, സുറുമയിട്ട കണ്ണുകൾ. ഇമാം മഹ്ദിയുടെ സിഫാത്തുകൾ ഹദീസിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. യംലഉൽ അർള ഖിസ്തൻ വ അദ്ല, ഭൂമി മുഴുവനും നീതി കൊണ്ട് നിറയ്ക്കും. കമാ മുലിഅത്തുൽ ഉൽമൻ വ ജൗറാ, ളുൽമും ജൗറും അക്രമവും ഫിത്നയും നിറയ്ക്കപ്പെട്ട ഭൂമിയിൽ മഹാൻ വന്നു കഴിഞ്ഞാൽ നീതി പുനഃസ്ഥാപിക്കും. കണ്ടോ? ബഹുമാനപ്പെട്ടവരെ, മുത്തുനബി പറഞ്ഞു, വയംലികു സബ്അ സിനീൻ, 7 കൊല്ലം അധികാരത്തിലിരിക്കും. ഔ സമാനിയ, മറ്റൊരു റിപ്പോർട്ടിൽ 8 വന്നിട്ടുണ്ട്. ഒരു റിവായത്തിൽ 9 ഞാൻ കണ്ടിട്ടുണ്ട്. ഏതായാലും 7 എന്ന റിവായത്തിനാണ് പ്രസക്തി കൂടുതൽ. 7 കൊല്ലം അധികാരത്തിലിരിക്കും. മനസ്സിലായിക്കോളി. മറ്റൊരു ഹദീസിൽ വരുന്നുണ്ട്, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അൽ മഹ്ദിയു മിന്നാ അഹ്ലൽ ബൈത്ത്, ഇമാം മഹ്ദി അഹ്ലുൽ ബൈത്തിൽപ്പെട്ടവരാണ്. യുസ്ലിഹുല്ലാഹു ഫീ ലൈലാ, ഒരൊറ്റ രാത്രിയിലാണ് അല്ലാഹു പക്വമതിയാക്കി എടുക്കുന്നത്. 40ാമത്തെ വയസ്സിലാണ് വരിക, പ്രത്യക്ഷപ്പെടുക. പക്ഷെ അതുവരെ വലിയൊരു ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടി വരും എന്ന ബോധ്യം ബഹുമാനപ്പെട്ടവർക്കുണ്ടാവില്ല. അതാ പറഞ്ഞത്, അധികാരം ആഗ്രഹിച്ചിട്ടുമില്ല. നിങ്ങളൊക്കെ വന്ന് എന്നെ കൈപിടിച്ച് ബയ്യത്ത് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുമില്ല. അതുകൊണ്ടാണ് ബയ്യത്ത് ചെയ്യുമ്പോൾ അതൃപ്തിയോടുകൂടിയാണ് അതിനെ സ്വീകരിക്കുക എന്ന ഹദീസിലുണ്ട്. ഒറ്റ രാത്രി കൊണ്ടാണ് അല്ലാഹു തആല തീരുമാനം പ്രഖ്യാപിക്കുക. കണ്ടില്ലേ? ഇതൊക്കെ അതിന്റെ മുഖദ്ദമ മുന്നിൽ വരുന്ന ഹദീസുകളാ. ഇമാം മഹ്ദി എപ്പോഴാണ് വരിക, ആരാണ് പിന്തുണയ്ക്കുക, എല്ലാം നമുക്ക് ചർച്ച ചെയ്യാം. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഇമാം മഹ്ദി വരുന്നതിന് മുമ്പ് 3 അടയാളങ്ങൾ നടക്കേണ്ടതുണ്ട്. 3 അടയാളം നടക്കണം. അതിൽ ഒന്ന് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്നു, ലാ തഖൂമുസ്സാഅതു, ഖിയാമത്ത് സംഭവിക്കുകയില്ല, ഹത്താ യഹ്സിറൽ ഫുറാത്തു അൻ ജബലിൻ മിൻ ലഹബ്, ഫുറാത്ത് നദി സ്വർണത്തിന്റെ ഒരു പർവ്വതം വെളിവാക്കാതെ, പ്രത്യക്ഷപ്പെടുത്താതെ. ഇമാം മഹ്ദി വരുന്നതിന് തൊട്ടു മുമ്പ് യൂപ്രട്ടീസ് നദിയിൽ സ്വർണത്തിന്റെ ഒരു മല ലാഹിറാകണം. പവൻ എന്താ വില? 53,000. പെണ്ണുങ്ങളും സ്വർണവും തമ്മിൽ ഭയങ്കര ബന്ധമാണ്. പക്ഷെ എത്രയാണെങ്കിലും 300 ചുഴലിയിൽ 1.5 ലക്ഷം 2 ലക്ഷമൊക്കെ ബാധ്യത ഉണ്ടെന്ന് ഇവിടെ പറഞ്ഞല്ലോ സെക്രട്ടറി. ഇൻഷാ അല്ലാഹ് ചോദിച്ചാൽ ചിലപ്പോൾ തന്നേക്കും 1 ഗ്രാമോ 2 ഗ്രാമൊക്കെ അല്ലേ. ഞാൻ കേട്ടിട്ടുണ്ട് ഇവിടുത്തെ പെണ്ണുങ്ങൾക്കൊന്നും സ്വർണം ഒരു പ്രശ്നമേ അല്ല, ഉസ്താദന്മാർ ചോദിച്ചാൽ മതി കൊടുക്കുമല്ല അല്ലേ. എന്താ അബൂക്കറാജി? അബൂക്കറാജിയുടെ മഹലിലെ, ബാപ്പുഹാജിയുടെ മഹലിലെ ഉമ്മ പെങ്ങന്മാർ അല്ലേ, നിങ്ങൾ ഈ സ്വർണത്തിനെയും കൊണ്ടിരിക്കരുത് കേട്ടോ. ഞാൻ ഈയുടെ ഒരു ഹദീസ് ഉണ്ടാവും, ഒരുപാട് സമയം ചിരി വന്നുപോയി. സ്വർണത്തെ പറ്റിയാ, പെണ്ണുങ്ങളും സ്വർണവും തമ്മിലുള്ള ബന്ധം റസൂലുള്ള പറയുന്ന ഹദീസ്. മനസ്സിലായില്ലേ? ഇതൊക്കെ മുതാല ചെയ്യുമ്പോൾ കിട്ടുന്ന അറിവുകളാ. അള്ളാഹു നമ്മുടെ ഇൽമിൽ ബർക്കത്ത് തരട്ടെ. യൂപ്രട്ടീസ് എവിടെയാ? ഫുറാത്ത് എവിടെയാ? ഇറാഖിലൂടെ ഒഴുകുന്ന വലിയൊരു നദിയാ. ഞാനിപ്പോൾ ട്രെയിനിൽ വരുമ്പോൾ നീളാനദി കണ്ടു. നീളാനദി, ഭാരതപ്പുഴയ്ക്കാണെങ്കിൽ നീളാനദി എന്ന് പറയുന്നത് നല്ല പുഴയല്ലേ, എന്താ വെള്ളം അല്ലേ. നിങ്ങളുടെ ഇതിപ്പോ ഇതല്ലേ, നമ്മുടെ കടലുണ്ടി പുഴയല്ലേ, പാണക്കാട് കൂടി വരുന്ന പുഴയല്ലേ. മാഷാ അല്ലാ, മാഷാ അല്ലാ. എൻ്റെ ബാപ്പ ഞാൻ കുഞ്ഞായിരിക്കുമ്പോൾ 9 വയസ്സുള്ളപ്പം പാണക്കാട് വന്ന് PMSA പൂക്കായ തങ്ങളുടെ കയ്യിൽ നിന്ന് 2 ഐക്കല്ലും മേടിച്ചു. ഒന്ന് എനിക്കും ഒന്ന് ഇക്കാക്കും. കെട്ടിയ അന്ന് മുതൽ ഒരു പ്രശ്നവും ഇല്ല. എന്താ അസുഖം ഞാൻ ഇപ്പോൾ പറയുന്നില്ല, പെണ്ണുങ്ങളൊക്കെ കേൾക്കും. ഉസ്താദിനോട് സ്വകാര്യമായിട്ട് പിന്നെ പറയാം കേട്ടോ.
പറയണോ? അൽ ബൗലു ഫില്ലയിൽ വേറെ എന്താ? ഫഹിംത സാബിറ, മനസ്സിലായില്ലേ? എല്ലാ പിള്ളേർക്കും ഉള്ളതല്ലേ. പിന്നെ ഇത്രയും വലിയ ഉസ്താദ്, വാല് പറയുന്ന ഉസ്താദ് എന്നൊക്കെ പറഞ്ഞ് ചുമ്മാ ആവശ്യമില്ലാതെ ചിന്തിക്കും ജനങ്ങൾ. അതുകൊണ്ട് മലയാളീകരിക്കുന്നില്ല. പണ്ഡിതന്മാർക്കത് മനസ്സിലായി അല്ലേ? അന്ന് നിന്നു. അതാണ് പാണക്കാടെ PMSA പൂക്കായ തങ്ങൾ. ഞാൻ കണ്ടിട്ടില്ല, എൻ്റെ ഉപ്പാടെ ഹബീബായിരുന്നു. എൻ്റെ ഉപ്പ ഖായിദുൽ ഖൗമിനെ കണ്ടിട്ടുണ്ട്. ബാഫക്കി തങ്ങൾ, ആ കണ്ണിൻ്റെ വെളിച്ചം കണ്ടിട്ടുണ്ടോ? ബാഫക്കി തങ്ങളുടെ കണ്ണ് ഒരു വല്ലാത്ത കണ്ണാണ്. ആ തലപ്പാവ് കണ്ടിട്ടുണ്ടോ? എൻ്റെ പ്രിയപ്പെട്ട ഹബീബായിരുന്നു സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. 15 വർഷം ഞാൻ കണ്ണൂർ ഭാഗത്ത് ജോലി ചെയ്യുമ്പോൾ തങ്ങൾ ഒരു പള്ളി ഉദ്ഘാടനത്തിന് വന്നാൽ അന്നത്തെ ഒരു മുഖ്യ പ്രഭാഷകനാണ് ഞാൻ. കണ്ണൂർ, കാസർഗോഡ്, കാഞ്ഞങ്ങാട് ഒക്കെ. ബഹുമാനപ്പെട്ട തങ്ങൾ 86 മൂവാറ്റുപുഴ ടൗൺ പള്ളി പുനർനിർമ്മിക്കാൻ വന്നപ്പോൾ ഞാൻ സ്റ്റേജിൽ ഓതുകയാണ്. അർ-റഹ്മാനാണ് ഓതിയത്. തങ്ങൾ അന്ന് വന്നത് പ്രീമിയർ പത്മിനി 118 പ്രീമിയർ പത്മിനി ഒരു ലൈറ്റ് പച്ചക്കാറിലാണ് വന്നത്. ഞാൻ ഇപ്പോഴും ആ കാർ മുമ്പിൽ ഇരിക്കുന്നു. നല്ല വണ്ടിയാണ്, അത് ഫിയറ്റിൻ്റെ കാറാണ്. തങ്ങൾ അവിടെ നിർത്തി ഖിറാത്ത് കേട്ടിട്ടാണ് സ്റ്റേജിലേക്ക് വന്നത്. യോഗം കഴിഞ്ഞു, ഇശായും വിത്തറും കഴിഞ്ഞു. തങ്ങൾ കാറേ കയറി, ഒരു കാല് അകത്തും ഒരു കാല് പുറത്തും. മുഹമ്മദ് അലി ശിഹാബങ്ങളാണേ. ആ ഓതിയ മുസ്ലിയാരെ വിളിക്കാൻ പറഞ്ഞു. ഞാനപ്പം വിത്തറിൻ്റെ ലാസ്റ്റ് റക്കായത്തില്ല. ഓടിച്ചെന്ന് തങ്ങൾ വിളിക്കുകയല്ലേ. ഇതൊരു സന്തോഷം എനിക്ക്. അന്ന് എനിക്ക് 23 വയസ്സേ ഉള്ളൂ. പാണക്കാട് വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, വരണം. തങ്ങൾ ക്ഷണിക്കുക. 3-4 കൊല്ലം കഴിഞ്ഞ് ഞാൻ പോയി. എന്നെ തിരിച്ചറിഞ്ഞു തങ്ങൾ. ചൊവ്വാഴ്ചയാ പോയത്. മുറ്റം നിറച്ച് ജനങ്ങളല്ലേ, എല്ലാവരും പോയി. 2-2:30 മണിയായപ്പോൾ ഇരുട്ടിന്ന് വന്ന 2-3 പേര് എന്നെയും കൊണ്ട് അടുക്കളയിൽ ചെന്നു. ഞങ്ങൾക്ക് ഭക്ഷണം വിളമ്പി തന്നത് ബാഫക്ക് തങ്ങളുടെ മകളാണ് ഷെരീഫ ബീവി, ഷിഹാബ് തങ്ങളുടെ ഭാര്യ. അള്ളാഹു തല ഫാത്തിമ ബീവി അവരുടെ ഖബർ അള്ളാഹു വിശാലമാക്കട്ടെ. അവരുടെ പേരിൽ വയനാട് മുട്ടിലിന്റെ അപ്പുറത്ത് ഒരു നല്ല തഹഫീദുൽ ഖുർആൻ കോളേജ് ഉണ്ട് സാർ. കാണണ്ട, 100 ഹാഫിളീങ്ങളും മക്കള് അവിടെ പഠിച്ചുകൊണ്ടിരിക്കുക. ഈ ബൈത്തുർ റഹ്മാൻ നടപ്പിലാക്കി ആരുടെ പേരിൽ? ശിഹാബ് തങ്ങളുടെ പേരിൽ. 1000കണക്കിന് വീടുകൾ പണിതു കൊടുത്തു. ശിഹാബ് തങ്ങളുടെ മർക്കദ്, ആ ബർസഖി ജീവിതം എന്തായിരിക്കും അല്ലേ? അല്ല, നിങ്ങൾ ചിന്തിച്ചു നോക്കി. പാണക്കാട് സാദാത്തുക്കൾ പ്രിയപ്പെട്ടവരെ നമുക്ക് വേണ്ടപ്പെട്ടവരാണ്. ഈ മുസ്ലിം ഉമ്മത്തിന് നേതൃത്വം കൊടുക്കേണ്ടവരാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ, അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാനപ്പെട്ട ഇമാം മഹദിയെ പറ്റി ഞാൻ മറന്നതല്ല, സുഹൃത്തുക്കളെ ഇത് ഓർത്തപ്പോൾ പറഞ്ഞതാണ്. ഇമാം മഹദി റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഒരുപാട് സിഫത്തുകളുണ്ട്, 3 അടയാളങ്ങൾ. അതിലൊന്ന് യൂഫ്രട്ടീസ് നദി വെള്ളം വറ്റി വരണ്ട് സ്വർണത്തിന്റെ ഒരു പർവ്വതം പുറത്തേക്ക് കാണിക്കും. ഇപ്പോ നമുക്കറിയാം, ഇറാഖും തുർക്കിയും സിറിയയും അതിൻ്റെ പോഷക നദികളിൽ വലിയ തടയണകൾ സ്ഥാപിച്ചു കൊണ്ടിരിക്കുക, വെള്ളം തടയാൻ, സ്വർണത്തിന്റെ മല കൈക്കലാക്കാൻ. കണ്ടോ? തുർക്കിയിലെ തടയണയുടെ പേര് സദ് അതാതുർക്ക് എന്നാ. ഉണ്ടോ? അതാതുർക്ക് അറിയാമല്ലോ. കമാൽ അതാതുർക്കില്ലേ, അയാളുടെ പേരിൽ അവർ തടയണ തുർക്കിയിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ വെള്ളത്തിന്റെ ഒഴുക്ക് കുറയുമ്പോൾ സ്വർണത്തിന്റെ മല പുറത്തു വരും. മുത്തുനബി പറഞ്ഞു, പോകല്ലേ, ഫമൻ ഹലറഹു ഫലാ യഖുദു മിൻഹു ശൈആ. അവിടെ ആരെങ്കിലും എത്തിയാൽ ഒന്നും തൊട്ടുപോകരുത്. ആ സ്വർണ്ണമല നിങ്ങൾ കൈക്കലാക്കാൻ ശ്രമിക്കണ്ട. യുഖ്തലു മിൻ കുല്ലി മിഅത്തിൻ 99 100 പേരിൽ 99 പേരും കൊല്ലപ്പെടുമെന്ന് മുഹമ്മദ് മുസ്തഫ. മഹദിക്ക് തൊട്ട് മുമ്പ് സംഭവിക്കേണ്ട ഹദീസാണിത്. ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് റഹ്മത്തുള്ള ഖാസിമി ഉസ്താദിന്റെ ഒരു പുസ്തകം ഉടനെ ഇറങ്ങുക മലയാളത്തിൽ. ഉണ്ടാവും. ഞാൻ സ്നേഹിക്കുന്ന ഒരാളാണ് റഹ്മത്തുള്ള ഖാസിമി. നല്ല പണ്ഡിതനാണ്. അള്ളാഹു ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കട്ടെ. ചിലരൊക്കെ പറയുന്നു ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് വളയാറുണ്ടോന്ന്. അത് വളച്ചിലൊന്നും അല്ല. അത് സുഹൃത്തുക്കളെ, എന്ത് വളച്ചിൽ അല്ലേ? ഒരു ഇവജും അദ്ദേഹത്തിനില്ല. നമ്മൾ പഠിപ്പിച്ച ഔലിയാക്കളും കറാമത്തും പറഞ്ഞു നോക്ക്. ജനങ്ങൾ പറയും ഷമ്മാസ് മൗലവിക്ക് ഇച്ചിരി എന്തോ ഈയിടെ അല്ലേ എന്ന് പറയില്ലേ? നമ്മുടെ നാട്ടുകാരിപ്പോൾ കറാമത്ത് കേൾക്കുന്നതേ ഇഷ്ടമല്ല. ചില ആൾക്കാരുണ്ട് ചുമ്മാ പൊടിപ്പും തൊങ്ങലും വെച്ച് ആവശ്യമില്ലാതെ കറാമത്ത് പറയുകയും ചെയ്യും. ഉള്ള കറാമത്ത് പറഞ്ഞാൽ ജനങ്ങൾ പണ്ട് സ്വീകരിച്ചിരുന്നു അല്ലേ? തലഹത്ത് പൈല് ചിരിക്കുക കേട്ടോ. ചിരിക്കൊക്കെ ഒരുപാട് അർത്ഥമുണ്ട്. അള്ളാഹു പടച്ചോ നമുക്ക് ഹിദായത്ത് തരട്ടെ. അള്ളാഹു നമുക്ക് ഹിദായത്ത് തരട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ,
നമ്മുടെ റഹ്മത്തുള്ള കാസിമി ഉസ്താദിൻ്റെ പുസ്തകം ഇറങ്ങിയാൽ മേടിക്കണേ നിങ്ങൾ കേട്ടോ. ഒരുപാട് ഇൽമു കിട്ടും അതിനകത്ത് നിങ്ങൾക്ക്. രണ്ടാമത്തെ അടയാളം എന്താ? അള്ളാഹുവിൻ്റെ ഹബീബ് പറഞ്ഞു, ഒരു സഖ്യയുദ്ധം നടക്കും. സഖ്യയുദ്ധം, ഒരു ഭാഗത്ത് ക്രിസ്ത്യാനികൾ, മറുഭാഗത്ത് മുസ്ലിമീങ്ങൾ. ആ സഖ്യയുദ്ധത്തിൽ സഖ്യസേന വിജയിക്കും, മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും വിജയിക്കും. അവർ യുദ്ധം ചെയ്യുന്നത് ഒരു ശത്രുവിനോടാ. ആ ശത്രുവിന്റെ പേര് മുഹമ്മദ് മുസ്തഫ പറഞ്ഞിട്ടില്ല. ആ ഹദീസ് പറയട്ടെ, നിങ്ങളും റോമക്കാരും പാശ്ചാത്യരും തമ്മിൽ ഒരു മസ്ലഹത്ത് നടത്തും, ഒരു സഖ്യമുണ്ടാക്കും. നിങ്ങളും പാശ്ചാത്യരും കൂടി അവരുടെ പിന്നിലുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ പിന്നിലുള്ള ഒരു ശത്രുവിനോട് യുദ്ധം ചെയ്യും. നിങ്ങൾ വിജയിക്കും, അതായത് സഖ്യസേന വിജയിക്കും, അവര് പരാജയപ്പെടും. അവരുടെ ആയുധങ്ങളെല്ലാം, പടക്കോപ്പുകളും ആയുധങ്ങളും നിങ്ങൾ വാരിക്കൂട്ടും. ഗനീമത്ത്, സമരാർജിത സമ്പത്ത്, യുദ്ധത്തിൽ നിന്ന് കിട്ടുന്ന ഗനീമത്ത് നിങ്ങൾ വാരിക്കൂട്ടും. അപ്പോൾ യുദ്ധം ചെയ്യുന്നത് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളുമാണ്. റോമ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ബ്രിട്ടൻ, ഫ്രാൻസ്, അമേരിക്ക വരെ വരും. പാശ്ചാത്യരും മുസ്ലിങ്ങളും തമ്മിൽ ഒന്നിച്ചൊരു യുദ്ധം. ആരോട്? അദുവ്വമിൻ വറാഇഹിം, അവരുടെ പിന്നിലുള്ള ശത്രു. അവരുടെ പിന്നിലുള്ള ശത്രു അല്ലെങ്കിൽ നിങ്ങളുടെ പിന്നിലുള്ള ശത്രു ആരായിരിക്കും? അത് ആരായിരിക്കും? ഹംസ ഉസ്താദെ, ഉസ്താദിന്റെ മനസ്സിൽ തോന്നുന്ന ഒരു ജവാബ് പറഞ്ഞാൽ മതി. ആരായിരിക്കും ബാബു ഹാജി? അവരുടെ പിന്നിലുള്ള ശത്രു, നിങ്ങളുടെ പിന്നിലുള്ള ശത്രു. ഒരു അഭിപ്രായം പറഞ്ഞാൽ മതി. ബാബു ഹാജി ചിന്തിക്കുക അല്ലേ? എനിക്കും തോന്നുന്നു US ആയിരിക്കും. കാരണം കുറെ നാളായില്ലേ മേഞ്ഞ് നടക്കുന്നു അല്ലേ? അഫ്ഗാനെയും ഇറാഖിനെയും നശിപ്പിച്ചവരല്ലേ US? കാപഡ്യത്തിന്റെയും ഇരട്ടത്താപ്പിന്റെയും അനുയായികളല്ലേ അല്ലേ? ഇടയ്ക്ക് ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യും, പിന്നീട് പലസ്തീനെ സപ്പോർട്ട് ചെയ്യും. പലസ്തീനെ നശിപ്പിക്കാൻ, ഗസയെ നശിപ്പിക്കാൻ കോടിക്കണക്കിന് ഡോളറുകളാണ് ഇസ്രായേലിന് കൊടുത്ത് സഹായിക്കുന്നത്, പടക്കോപ്പുകളും പടയങ്കികളും ഒക്കെ അല്ലേ? അല്ലേ? അതെല്ലാവർക്കും എന്തോ അവിടെ വരുന്ന പ്രസിഡന്റിനൊക്കെ ആ മുനാഫിക്ക് തരമുണ്ട്. ജോ ബൈഡനും ഉണ്ട്, മറ്റേ ബറാക്കിനും ഉണ്ടായിരുന്നു, ജോർജ് ബുഷിനും ഉണ്ടായിരുന്നു, എല്ലാത്തിനും ഉണ്ട്. അത് അമേരിക്കയുടെ സ്വഭാവമാണ്. ഞാൻ പണ്ട് പറഞ്ഞിരുന്നത് വ്ളാഡിമിർ പുടിന്റെ റഷ്യ ആയിരിക്കുമെന്നാ. പക്ഷെ ഇപ്പം മാറി. ഓരോ ദിവസവും അപ്ഡേഷൻ വരുന്നുണ്ടല്ലേ? US ആകാൻ സാധ്യതയുണ്ട്. അവരുടെ പിന്നിലുള്ള ശത്രു, നിങ്ങളുടെ പിന്നിലുള്ള ശത്രു. സുഹൃത്തുക്കളെ, അങ്ങനെ യുദ്ധത്തിൽ മുസ്ലിങ്ങളും പാശ്ചാത്യരും കൂടി യുദ്ധം ചെയ്ത് ശത്രു പരാജയപ്പെട്ട് നിങ്ങൾ ഒരു സ്ഥലത്ത് ഇറങ്ങും. പച്ച പുല്ല് പിടച്ച കിടക്കുന്ന ഒരു മൈതാനത്ത് വന്ന് നിങ്ങൾ വിശ്രമിക്കും. യുദ്ധത്തിന് വിശ്രമം ആവശ്യമാണ് അല്ലേ? വിശ്രമിക്കുമ്പോൾ ക്രിസ്ത്യാനികളിൽപ്പെട്ട ഒരു പട്ടാളക്കാരൻ എഴുന്നേൽക്കും. അയാൾ കുരിശ് ഉയർത്തിപ്പിടിച്ചിട്ട് പറയും, അലാ ഗലബ സ്വലീബ്, ഇന്നത്തെ യുദ്ധത്തിൽ വിജയിക്കാൻ കാരണം കുരിശാണെന്ന് പറയുമ്പോൾ മുസ്ലിമീങ്ങളിൽപ്പെട്ട ഒരു പട്ടാളക്കാരൻ എഴുന്നേൽക്കും. ആ മനുഷ്യനെ കൊന്നുകളയും, അല്ലെങ്കിൽ കുരിശ് ഒടിച്ചു കളയും. അങ്ങനെ ഒരു അവിവേകം അവിടെ സംഭവിക്കുമ്പോൾ പാശ്ചാത്യർ മുസ്ലിങ്ങളുമായിട്ടുള്ള സഖ്യം അവസാനിപ്പിച്ച് അവരവരുടെ നാട്ടിലേക്ക് പോകുമെന്ന് മുഹമ്മദ് മുസ്തഫ. ഫഹീനഇദിൻ തഗ്ദിറുർ റൂം വയജ്തമിഊന ലക്കും വയഅതൂനകും തഹത 80 ഗായാ. അവരവരുടെ നാട്ടിലേക്ക് ചെല്ലും. കുറച്ചു കാലം മുത്തുനബി പറഞ്ഞു, ഖദരി ഹംലിൽ മർഅ, ഒരു പെണ്ണ് ഗർഭം ധരിക്കുന്ന കാലം. 9 മാസം കഴിഞ്ഞ് സൈന്യത്തെ ശേഖരിച്ച്, പട്ടാളത്തെ ശേഖരിച്ച് അവർ വീണ്ടും വരും പാശ്ചാത്യർ. കണ്ടോ? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യങ്ങൾ കാണുമ്പോൾ എത്ര സ്വലാത്ത് ചൊല്ലിയാലും മതിയാവൂല അല്ലേ? ആ നേതാവിന് വേണ്ടി, ആ ഹബീബിന് വേണ്ടി. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദ് വാലിഹി വസഹബിഹി അജ്മഈൻ. സ്വലാത്ത് വർദ്ധിപ്പിക്കണേ മക്കളെ, സ്വലാത്ത് വർദ്ധിപ്പിക്കണേ. നമ്മുടെ ഹബീബിനോട് നമുക്ക് എന്ത് കടമയാണുള്ളതെന്നറിയുമോ? നമുക്ക് ഹിദായത്തിൻ്റെ പ്രകാശം തന്ന നബി അല്ലേ?
ആ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടത്തേക്ക് സ്വലാത്ത് ചൊല്ലണേ സഹോദരിമാരെ, അള്ളാഹു അനുഗ്രഹിക്കട്ടെ. മുത്തുനബി പറയുകയാണ്, 9 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം പാശ്ചാത്യർ തിരിച്ചു വരുന്ന ആ സൈന്യ വലിയ സൈന്യവുമായിട്ടാണ് വരുന്നത്. വയജ്തമിഊന ലക്കും വയഅതൂനകും തഹത 80 ഗായ. 80 കമാൻഡർമാരുള്ള 80 പതാകകൾ പിടിച്ചുകൊണ്ടുവരുന്ന വലിയ ഒരു പട്ടാള വ്യൂഹത്തെയും കൊണ്ടുവരും. ഓരോ കമാൻഡറുടെ പിന്നിലും 12 അൽഫ 12,000 പട്ടാളമുണ്ടാകും. 12,000 പട്ടാളക്കാർ ഉൾക്കൊള്ളുന്ന 80 ബറ്റാലിയൻ. അപ്പൊ എത്ര പട്ടാളക്കാരുണ്ടാവും? അള്ളാഹുവിന്റെ റസൂൽ എഴുത്തും വായനയും അറിയില്ല, ഉമ്മിയ, പക്ഷെ കണക്ക് കൃത്യമാണ്. എത്ര പട്ടാളം ഉണ്ടാവും? 80 കമാൻഡർമാർ, ഒരു ബറ്റാലിയനിൽ 12,000, അങ്ങനെ 80 കൂട്ടിക്കോ. 9,60,000 പാശ്ചാത്യൻ സേന നിങ്ങളുടെ അടുത്തേക്ക് വരും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 9 മാസം കൊണ്ടാണ് ഇവർ തയ്യാറെടുക്കുന്നത്. ഈ 9 മാസത്തിനുള്ളിൽ ഇമാം മഹദി വരാൻ സാധ്യതയുണ്ട്. ഇമാം മഹദി വന്നു കഴിഞ്ഞ് ഈ 9,60,000 എന്നല്ലേ പറഞ്ഞത്, പട്ടാളക്കാരുമായി ഒരു വലിയ യുദ്ധം നടക്കും. ആ യുദ്ധത്തിന്റെ പേര് മൽഹമത്തുൽ കുബ്ര എന്നാണ്. മൽഹമത്തുൽ കുബ്ര. ഫസ്റ്റ് വേൾഡ് വാറും സെക്കൻഡ് വേൾഡ് വാറും 1-ാം ലോക യുദ്ധവും 2-ാം ലോക മഹായുദ്ധവും കണ്ടവരും പഠിച്ചവരുമുണ്ട്. ഇനി വലിയൊരു 3-ാം ലോക മഹായുദ്ധം വരുന്നു. സുഹൃത്തുക്കളെ, ദജ്ജാൽ വരുന്നതിന് മുമ്പ് ഇമാം മഹദി വന്നു കഴിഞ്ഞിട്ട് അതിന് നേതൃത്വം കൊടുക്കേണ്ട ആള് ഇമാമുന മഹദി റളിയല്ലാഹു. ഇത് ഇത്രയും പറഞ്ഞ് അതവിടെ ഇരിക്കട്ടെ. ഇങ്ങനെ ഒരു സഖ്യയുദ്ധം ഇമാം മഹദി വരുന്നതിന് തൊട്ട് മുമ്പുണ്ടാകും. ആ 9 മാസത്തിനുള്ളിലാണ് മഹദിയുടെ ഹുറൂജും ഉണ്ടാവുക. ഇനി 3-ാമത്തെ അടയാളം, അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, യകൂനു ഇഖ്തിലാഫുൻ ഇൻദ മൗതി ഖലീഫ. ഒരു ഖലീഫ മരണപ്പെടും. ഇസ്ലാമിക രാജ്യത്തെ ഒരു ഭരണാധികാരി മരണപ്പെടുമ്പോൾ യകൂനു ഇഖ്തിലാഫുൻ, അവിടെ അധികാര വടംവലി രൂപം കൊള്ളും. കണ്ടോ? ഒരു ഖലീഫ മരിക്കുമ്പോൾ അവിടെ അധികാരം വടംവലി ഉണ്ടാകും. ആരാ അധികാരം വടംവലി? അദ്ദേഹത്തിന്റെ 3 മക്കൾ. അത് വേറൊരു ഹദീസിൽ വരുന്നുണ്ട്, യഖ്തതിലു ഇൻദ കൻസികും ഐ കൻസിൽ കഅബ. നിങ്ങളുടെ നിധിക്ക് വേണ്ടി, അതായത് കഅബയാകുന്ന നിധിയുടെ അധികാരത്തിന് വേണ്ടി, അല്ലെങ്കിൽ കഅബയ്ക്ക് ഉള്ളിൽ ഭൂമിക്കടിയിൽ കുഴിച്ചിടപ്പെടട്ട സ്വർണ്ണ നാണയങ്ങൾ, കോടിക്കണക്കിന് മൂല്യം വരുന്ന സ്വർണം കരസ്ഥമാക്കാൻ 2 അർത്ഥമാണ് അവിടെയുള്ളത്. കഅബയാകുന്ന നിധിക്ക് വേണ്ടി യുദ്ധം ചെയ്യും. സലാസത്തുൻ, 3 രാജകുമാരന്മാർ, കുല്ലുഹും ഔലാദു ഖലീഫ, 3 പേരും ഒരു രാജാവിന്റെ മക്കളാണ്. സുമ്മലാ യസീറു ഇലാ വാഹിദിൻ മിൻഹും, ആ 3 മക്കൾക്കും അധികാരം കിട്ടുന്നതുമല്ല. റമളാൻ മുമ്പ് ഞാൻ ഉംറയ്ക്ക് പോയപ്പോൾ ഒരു ടാക്സി ഡ്രൈവർ, അറബിയ. ഞാൻ ചോദിച്ചു, സൗദിയുടെ രാജാവാരാ? സൽമാൻ. എന്നോട് അയാൾ ചോദിച്ചു, നിനക്കറിയില്ലേ? ഞാൻ പറഞ്ഞു, അറിയാം, നിനക്ക് ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാ. ഞാൻ ചോദിച്ചു, അദ്ദേഹത്തിന് എത്ര മക്കളാ? സലാസത്ത് ഔലാദ്, 3 മക്കൾ. അല്ലാ, സൽമാൻ രാജാവിന് 3 ആമക്കളാ. അതിൽ ഒരാളാണ് മുഹമ്മദ് ബിൻ സൽമാൻ, MBS എന്ന് പറയും. മൂപ്പരാണ് ഇപ്പൊ 100 തിയേറ്റർ തുറന്നു സൗദിയിൽ. മദീനത്തും തിയേറ്റർ വന്നെന്നാ പറയുന്നത്. അള്ളാഹുവേ, ഹബീബ് കിടക്കുന്ന നാട്ടിലും തിയേറ്ററോ? അത് ശരിയാണോ അബൂക്കർക്ക? റിയാദിലുണ്ട്. കണ്ടോ, പ്രവാസിയാണല്ലേ, ഇപ്പോഴും ഇടക്കിടയ്ക്ക് പോകുന്നുണ്ടല്ലേ അബൂക്കറാജി? തിയേറ്റർ ഉണ്ട്. കണ്ടോ, പെണ്ണുങ്ങൾക്ക് സിയാക്കത്ത് റുഖ്സ, ഡ്രൈവിംഗ് ലൈസൻസ് ആയി. പെണ്ണുങ്ങൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ആയി. എവിടെയും പോവാം. അല്ലാഹു കാക്കട്ടെ. എന്തൊക്കെയാ സൗദിയിൽ നടക്കാൻ പോകുന്നത്. മുഹമ്മദ് ബിൻ സൽമാൻ, സുഹൃത്തുക്കളെ, എന്നിട്ട് ഉടനെ അയാൾ പറയുകയാണ്, അദ്ദേഹത്തിന് വലിയ അഹദ്, അതായത് അടുത്ത രാജാവെന്ന കരാർ അദ്ദേഹത്തിനാണുള്ളത്. അദ്ദേഹത്തിന് ആ സ്ഥാനം കിട്ടിയതിൽ മറ്റ് 2 പേർക്ക് എതിർപ്പുണ്ട്. ആ എതിർപ്പ് വലിയ താമസിയാതെ പുറത്തു ചാടുമെന്ന്. അപ്പോ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു,
ഇമാം മഹദി വരുന്നതിനു മുമ്പ് ഒരു ഖലീഫ മരണപ്പെടും. അധികാരസ്ഥാനത്തേക്ക് 3 മക്കൾ മത്സരിക്കും. 3 പേർക്കും കിട്ടുകയുമില്ല. ആ സമയത്ത് ഫയഖ്റുജു റജുലുൻ മിൻ അഹ്ലിൽ മദീന, മദീനത്ത് നിന്ന് ഒരാൾ പുറപ്പെടും. ഹാരിബൻ ഇലാ മക്ക, മക്കത്തേക്ക് ഓടി വരും. മസ്ജിദുൽ ഹറാമിനകത്ത് വന്ന് കയറിയിരിക്കുമ്പോൾ ഫയഅ്തൂനഹു ഉനാസു മക്ക, മക്കക്കാര് വന്നുകൊണ്ട് ആ മഹാന്റെ മുമ്പിൽ വന്നിട്ട് ഫയുബായിഊനഹു കാരിഹ, ആ മഹാന്റെ അതൃപ്തിയോടുകൂടി കൈപിടിച്ച് ബൈഅത്ത് ചെയ്യുമെന്ന് മുഹമ്മദ് മുസ്തഫ. ആ മഹാനാണ് ഇമാമുന മഹ്ദി റളിയല്ലാഹു അൻഹു. കണ്ടോ, ഇങ്ങനെ 3 സംഭവം. 1 യൂഫ്രട്ടീസ് നദിയിലെ സ്വർണ്ണമല, 2 സഖ്യസേന തമ്മിലുള്ള യുദ്ധം. സുഹൃത്തുക്കളെ, 3ാമത്തത് രാജാവിൻ്റെ മരണവും ഈ അധികാരത്തിന് വേണ്ടിയുള്ള വടംവലി നടക്കുന്ന സമയത്ത് 40 വയസ്സ് പൂർണ്ണമായ ഇമാം മഹ്ദി. ഇമാം മഹ്ദിയുടെ പേരെന്താ? അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, യുവാതിഉ ഇസ്മുഹു ഇസ്മഹു ഇസ്മി, മഹാനവറുകളുടെ പേരും എൻ്റെ പേരും യോജിച്ചു വരുന്നുണ്ട്. മുഹമ്മദ് എന്നാണ്. വസ്മു അബീഹി ഇസ്മു അബി, അവരുടെ ബാപ്പയുടെ പേര് എൻ്റെ പിതാവിൻ്റെ പേരാണ് അബ്ദുല്ല. അപ്പോൾ പേര് മുഹമ്മദ് ബിൻ അബ്ദില്ല എന്നാണ്. തീർന്നില്ല. മിൻ വുൽദി ഫാത്തിമ, ഫാത്തിമ ബീവിയുടെ സന്താന മക്കളിൽ പരമ്പരയിൽപ്പെട്ടവരാണ്, ഹസനിയാണ്. അൽ മഹ്ദി മുഹമ്മദ് ബിൻ അബ്ദില്ലാഹിൽ ഹസനി അൽ മഹ്ദി, ഇതാണ് ഫുൾ പേര്. കണ്ടോ? അപ്പോൾ ഈ ഹദീസ് കൊണ്ട് ഷിയാക്കളെ നമുക്ക് കണ്ണിക്കാം. കാരണം ഷിയാക്കൾ ഇപ്പോൾ പാടാൻ തുടങ്ങി. ഒക്ടോബർ 7 ഹമാസ് ഇസ്രായേൽ നടത്തിയ അക്രമത്തോടു കൂടി അവർ പാടാൻ തുടങ്ങി. ഫലസ്തീനിലെ കൊച്ചുമക്കൾ സലാമു യാ മഹ്ദി, അല്ലേ? അതേത് മഹ്ദിയാ? അത് ഈ മഹ്ദി അല്ല. അവര് പറയുന്ന മഹ്ദി മുഹമ്മദ് ബിൻ ഹസനുൽ അസ്കരിയാണ് കേട്ടോ. സുന്നത്ത് ജമാഅത്തിന്റെ മഹദി 50 ഹദീസും 30 സഹാബത്തും റിപ്പോർട്ട് ചെയ്ത മഹദി മുഹമ്മദ് ബിൻ അബ്ദില്ലാഹിൽ ഹസനി അൽ അലവി അൽ മഹദിയാണ്. ഉണ്ടോ? ഇനി മുഹമ്മദ്, ഷിയാക്കളുടെ വിശ്വാസം അനുസരിച്ച് അവരുടെ മഹദി ഗുഹയിലൊക്കെ ഇരുന്ന ആളാന്ന് ചരിത്രം പറയുന്നുണ്ട്. വലിയൊരു സംഭവം അവിടെ പറയുന്നുണ്ട്, അഷ്റാത്തു സായിൽ. ഞാനിപ്പോൾ അങ്ങോട്ട് കടക്കുന്നില്ല. ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, ഇമാം മഹ്ദി വരിക തന്നെ ചെയ്യും. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ബുഖാരിയുടെ ഹദീസാണ്, കൈഫ അൻതും ഇദാ നസല ഫീകും ഇബ്നു മറിയം വ ഇമാമുകും മിൻകും. കൈഫ അൻതും, ഓഹ് നിങ്ങൾക്കത്ര സന്തോഷമാണ്. ഇദാ നസല ഫീകും ഇബ്നു മറിയം, മറിയമിന്റെ പുത്രൻ നിങ്ങളിലേക്ക് ആകാശത്ത് നിന്ന് ഇറങ്ങി വരുമ്പോൾ വ ഇമാമുകും മിൻകും, നിങ്ങളിലെ ഇമാം അതായത് മഹ്ദി ബഹുമാനപ്പെട്ട ഈസ ഇബ്നു മറിയമിനെ സ്വാഗതം ചെയ്യുന്ന നാളുകളിൽ നിങ്ങൾക്കത്ര അനുഗ്രഹമായിരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. എൻ്റെ വാല് കേട്ടിട്ടൊരു ഉമ്മാമ്മ വന്നിട്ട് പറഞ്ഞു, ഉസ്താദ് എനിക്ക് മഹദിയെ കാണണം. ഞാൻ പറഞ്ഞു, ഉറപ്പാണോ? ആ ഉറപ്പാ. അപ്പം ഞാൻ പറഞ്ഞു, മഹദി ഇമാമിൻ്റെ അവസാന കാലത്ത് ഈസാ ഇബ്നു മറിയം ഇറങ്ങി വരും. ഈസാ നബി വരുന്നതിന് മുമ്പ് ഒരു സംഭവം നടക്കണം, ദജ്ജാല് വരണം. ദജ്ജാല് വന്നിട്ടേ ഈസാ നബി വരൂ. അല്ലേ? ദജ്ജാല് വന്നു എന്നറിഞ്ഞാൽ ഉടനെ ഈസാ നബി ആകാശത്തു നിന്ന് ഇറങ്ങി വരും. എന്തിനാ? ഫസ്റ്റ് ആക്ഷൻ എന്താണെന്നറിയോ? ദജ്ജാലിനെ കൊല്ലും. ഇത് കേട്ടപ്പോൾ പെണ്ണുങ്ങളൊറ്റ പോക്കും പോയി. ദജ്ജാലെന്ന് കേട്ടത്, ദജ്ജാലിനെ പെണ്ണുങ്ങൾ ഭയങ്കര പേടിയാ. ദജ്ജാലിനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സ്വർണം ചോദിച്ചാൽ ചിലപ്പോൾ കിട്ടിയേക്കും. അള്ളാഹു തആല ദജ്ജാലിന് ഷർറിൽ നമ്മളെല്ലാം കാക്കട്ടെ. ഞാനിപ്പോൾ ജോലി ചെയ്യുന്ന പള്ളിയിൽ വെള്ളിയാഴ്ച രാവിലെ ആ സൂറത്തുൽ കഹ്ഫിലെ 10 ആയത്ത് ഇമാം ഓതി കൊടുക്കും. ജനങ്ങളൊക്കെ ഓതുന്നുണ്ട്. അത് ആരാ നടപ്പിലാക്കിയെന്ന് അറിയാൻ മേല. രാവിലെ 100 സലാത്തും ഉണ്ട് ചങ്ങനാശ്ശേരി പഴയ പള്ളിയിൽ. ഏത് സൂറത്താ അത്? മൻ ഹഫിള 10 ആയാത്തിൻ മിൻ അവ്വലി സൂറത്തുൽ കഹ്ഫ്, സൂറത്തുൽ കഹ്ഫിലെ ആദ്യത്തെ 10 ആയത്തുകൾ ആരെങ്കിലും മനപ്പാഠമാക്കി വെച്ചാൽ ഉസിമ മിനദ് ദജ്ജാൽ, ദജ്ജാലിൽ നിന്നും ഇസ്മത്ത് കിട്ടുമെന്ന് മുഹമ്മദ് മുസ്തഫ. പെണ്ണുങ്ങളൊക്കെ സൂറത്തുൽ കഹ്ഫിൽ ആദ്യത്തെ 10 ആയത്ത് ഹിഫ്ളാക്കി വെച്ചോ. ദജ്ജാലിന്റെ ഷറിൽ നിന്ന് അഭയം കിട്ടും ഇൻഷാ അല്ലാഹ്. കിട്ടൂലേ? മുത്തുനബി പറഞ്ഞതല്ലേ. ഇപ്പൊ ഞാനിങ്ങനെ ചിന്തിച്ചു, ഇതെന്താ ഇപ്പൊ സൂറത്തുൽ കഹ്ഫിലെ ആദ്യത്തെ 10 ആയത്തും ദജ്ജാലുമായിട്ട് എന്ത് ബന്ധം? എനിക്കൊരാഗ്രഹം വന്നാൽ ഞാൻ അവിടെ നിങ്ങൾ തേടിപ്പിടിക്കും. അൽഹംദുലില്ലാഹ്, എൻ്റെ ദാഹം ശമിച്ചു. ഒരു കിതാബിൽ ഞാൻ കണ്ടു, ഈ 10 ആയത്ത് ഓതാൻ പറഞ്ഞില്ലേ, അതിൻ്റെ ലാസ്റ്റ് 2 ആയത്ത് ഏതാണെന്നറിയോ? ഏതാ?
അസ്ഹാബുൽ കഹ്ഫിന്റെ ചരിത്രമാ. ആ മഹാന്മാരുടെ ചരിത്രം ഈ ഹ്രസ്വമായിട്ടൊരു ഗുളിക പരുവത്തിൽ 2 ആയത്തിൽ അള്ളാഹു ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ തബറുക്കിൻ്റെ മഹത്വമാണ്, ബർക്കത്തിൻ്റെ മഹത്വമാണ്, ദജ്ജാലിൽ നിന്നുള്ള സുരക്ഷ. അപ്പോൾ ഔലിയാക്കന്മാരെ പറയുന്നതും അതാ സന്തോഷിക്കുന്നതും എത്ര ബർക്കത്താണെന്നറിയോ അല്ലേ? ഞാൻ അതുകൊണ്ട് ഈ ആലുവ വഴി തീരദേശ ഹൈവേയിലൂടെ പോകുമ്പോൾ ഞാൻ വെളിയങ്കോട് ഇറങ്ങും. എനിക്ക് ഉമർ ഖാദിയെ വലിയ ഇഷ്ടമാണ്. മഹാനായ ഉമർ ഖാദി നിങ്ങൾ സിയാറത്ത് ചെയ്തിട്ടുണ്ടോ? നിങ്ങൾക്ക് എളുപ്പമല്ലേ, ഇവിടെ അടുത്തല്ലേ അല്ലേ? ഞങ്ങൾ കോട്ടയംകാർക്ക് എന്തോരം ഓടണം, 100 കിലോമീറ്റർ ഓടണം. കോട്ടയത്ത് ഒരു ബഷീറുണ്ട്, എൻ്റെ സുഹൃത്താണ്, കണ്ണൂരുകാരനാണ്, 25 കൊല്ലമായിട്ട് കോട്ടയത്താണ്, ബിസിനസ്സാണ്. അപ്പോൾ എൻ്റെ ഒരു വയല് കേട്ടിട്ട് മൂപ്പര് ഈയിടെ വെളിയങ്കോട് ചെന്നപ്പോൾ മൂപ്പര് ഇങ്ങോട്ട് മൊബൈലിൽ എന്നെ വിളിച്ചിട്ട് ഞാൻ ഞെട്ടിപ്പോയി. എൻ്റെ വയല് കേട്ടിട്ട് ആ യുവാവ് ഈ കവിതകൾ കാണാതെ പഠിച്ച് വെളിയങ്കോട് എത്തിയിട്ട് മൊബൈലിലൂടെ ചൊല്ലി എന്നെ കേൾപ്പിക്കുക. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. ഇടുക്കി ജില്ലയിൽ വണ്ടിപ്പെരിയാർ എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടെ എൻ്റെ ഒരു സുഹൃത്തുണ്ട് റഷീദ്. ഞാൻ പ്രസംഗിക്കും പോലെ പ്രസംഗിക്കും. മനസ്സിലായില്ലേ? ആയത്തും ഹദീസും ഒക്കെ. സുഹൃത്തുക്കളെ, ഈ വയല് യൂട്യൂബിലൂടെ വരുന്നതുകൊണ്ട് വലിയ ഗുണമാ. എത്ര ജനങ്ങളാണ് നിസ്കാരം തുടങ്ങിയത്, ഖുർആൻ ഓതുന്നത്, ദിക്ർ ചെയ്യുന്നത് അല്ലേ? പിന്നെ നമ്മളത് പ്രചരണത്തിന് വേണ്ടിയും അത് പൈസയ്ക്ക് വേണ്ടിയൊന്നും ആക്കരുത്. നല്ല നിയ്യത്തിൽ അൽഹംദുലില്ലാ ഇൽമിന്റെ ദഅവത്തല്ലേ ഇത്. അല്ലാഹു കബൂലാക്കി തരട്ടെ, അല്ലാഹു കബൂലാക്കി തരട്ടെ. ബഹുമാനപ്പെട്ട സഹോദരന്മാരെ, ഇങ്ങനെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സംഭവങ്ങളാണ് ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹുവിന്റെ വരവോടനുബന്ധിച്ച് നടക്കുന്നത്. നോക്കൂ, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഇമാം മഹ്ദി രംഗത്ത് വന്നു കഴിയുമ്പോൾ ഒരടയാളം സംഭവിക്കും. അതിനു മുമ്പ് ആ ഹദീസ് ലഈഫാണെന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നെങ്കിലും പറയുന്നതിന് കുഴപ്പമില്ല. മുത്തുനബി പറയുകയാണ്, ഇമാം മഹ്ദി വരുന്നത് അയ്യാമുൽ ജംഅ് ഹജ്ജിന്റെ സീസണിലാണ്. അതിനു മുമ്പ് ഒരു പരിശുദ്ധ റമളാൻ വരും. ആ റമളാനിന്റെ 1-ാമത്തെ രാത്രി ഒരു ഗ്രഹണം നടക്കും, ചന്ദ്രഗ്രഹണം. ആ റമളാനിന്റെ 15ന്റെ പകലിൽ ഒരു സൂര്യഗ്രഹണവും നടക്കണം. മനസ്സിലായില്ലേ? ഞാനിത് യൂട്യൂബിൽ എൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞപ്പോൾ അടിയിൽ ഒരാളെ കമന്റ്, ഹദീസ് ലൈഫ് അല്ലേ എന്ന്. മനസ്സിലായില്ലേ? ദാറുഖുത്നി റിപ്പോർട്ട് ചെയ്ത ഹദീസാ. അപ്പോ വാല് പറയുന്ന മുസ്ലിയാരേക്കാൾ ഇന്ന് ജനങ്ങൾ സ്റ്റഡീഡാണല്ലേ അല്ലേ? അതുകൊണ്ട് ആധികാരികമായിട്ടേ പറയാവൂ. ലൈഫാണെന്ന് ലൈഫാന്ന് പറഞ്ഞേക്കണം. കാരണം ഞാൻ കണ്ട കിതാബിൽ പറയുന്നുണ്ട്, വൽ അഹാദീസുൽ വാരിദത്തു ഫിൽ മഹദി 50 ഹദീസ ഫീഹി സഹീഹു വൽ ലഈഫു വൽ ഹസനു. അവിടെ പറയുന്നുണ്ട് ഇമാം മഹദിയെ പറ്റി 50 ഹദീസ് വന്നിട്ടുണ്ട്. സഹീഹായ ഹദീസുണ്ട്, ഹസനായ ഹദീസുണ്ട്, ലൈഫായ ഹദീസും ഉണ്ടെന്ന്. കണ്ടോ? മഹാന്മാരത് പറഞ്ഞു വെച്ച് കഴിഞ്ഞു. അത് പറഞ്ഞു കൊടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. ലോഴ്ഫ് എങ്ങനെയാ വരുന്നതെന്ന് പണ്ഡിതന്മാർക്കറിയാം അല്ലേ? സനദില് റാവിയില് വരുന്ന ചില പ്രശ്നങ്ങളെ കൊണ്ട് ലോഴ്ഫ് വരാമല്ലോ. അതുകൊണ്ട് അത് പറഞ്ഞു കൊടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. നോക്കൂ, ഇമാം മഹദി വന്നു കഴിഞ്ഞാൽ മീതെ ഒരു മലക്കുണ്ടാകും. വല്ലാത്ത ആത്മീയ തേജസ്സാണ് ഇമാം മഹദിക്ക്. പ്രകാശിക്കുന്ന മുഖം, സുന്ദരൻ, അരോഗദൃഢഗാത്രൻ, അഹ്ലുബൈത്ത് സയ്യിദുമാണ്. സുഹൃത്തുക്കളെ, ആ മലക്ക് തലയുടെ മുകളിൽ വന്ന് നിന്നിട്ട് എപ്പോഴും പറയും, ഹദാ ഖലീഫത്തുല്ലാഹിൽ മഹ്ദി ഫത്തബിഉ. ഇതാ അല്ലാഹുവിന്റെ ഖലീഫയാണ് ഇദ്ദേഹം, നിങ്ങൾ ഇദ്ദേഹത്തെ ഫോളോ ചെയ്യണം, ഇത്തിബാ ചെയ്യണം, പിൻപറ്റണം. കണ്ടോ? ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, ഇമാം മഹ്ദി റളിയല്ലാഹു തആല അൻഹു എവിടെന്നാണ് വരുന്നത് എന്ന് നാം മനസ്സിലാക്കി. മദീനത്ത് നിന്നാണ് വരുന്നത്. മൗലിദുഹു ബിമദീന, മദീനയിലാണ് ജനനം. പക്ഷേ ഇമാം മഹ്ദിയെ സഹായിക്കുന്നവർ മറ്റൊരു കൂട്ടരാണ്, അറബികളല്ല. മുത്തുനബി പറയുകയാണ്, യഖ്റുജു നാസും മിനൽ മശ്രിഖ്, കിഴക്കൻ രാജ്യത്ത് നിന്ന് കുറച്ച് ആളുകൾ പുറപ്പെടും. ഫയുവത്തിഊന ലിൽ മഹ്ദി യാനി സുൽത്താന, ഇമാം മഹ്ദിക്ക് അധികാരം ഉറപ്പിക്കാൻ അവർ സപ്പോർട്ട് ചെയ്യുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഏതാണ് ഈ കിഴക്കൻ രാജ്യം? നമുക്കൊന്നുകൂടി ക്ലാരിറ്റിക്ക് വേണ്ടി ഹദീസിലേക്ക് പോകാം. മുത്തുനബി പറയുകയാണ്,
യഖ്റുജു റായാത്തുൻ സൂദ്, കറുത്ത കൊടികൾ പുറപ്പെടും, കറുത്ത കൊടികൾ പുറപ്പെടും. ലാ യറുദ്ദുഹാ ശൈഉൻ, ഒരു ശക്തിക്കും അതിനെ പ്രതിരോധിക്കാൻ കഴിയില്ല. ഈ ഹദീസുകൾ ശ്രദ്ധിച്ചു കേൾക്കണേ. കറുത്ത പതാകകൾ പിടിച്ചുകൊണ്ട് കുറച്ചാളുകൾ വരും. അവരെ തടയാൻ ഒരു ശക്തിക്കും കഴിയില്ല. അമേരിക്കയ്ക്കോ ബ്രിട്ടനോ ആർക്കും കഴിയില്ല. ലാ യറുദ്ദുഹാ ശൈഉൻ ഹത്താ തുൻസബ ബിഇലിയാ, അതിനെ കൊണ്ടുപോയി പരിശുദ്ധ ഖുദ്സ് നിലനിൽക്കുന്ന ജെറൂസലം പട്ടണത്തിൽ കൊണ്ടുപോയി നാട്ടുന്നത് വരെ. മറ്റൊരു ഹദീസ്, ഇനി ക്ലാരിറ്റി കിട്ടുന്ന ഒരു ഹദീസ് കൂടി പറഞ്ഞു തരാം. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഇദാ റഅയ്തുമുർ റായാത്തിസ്സൂദ് ഖദ് ജാഅത് മിൻ ഖുറാസാൻ, നിങ്ങൾ കണ്ടാൽ കറുത്ത കൊടികളും പിടിച്ചുകൊണ്ട് ആളുകൾ വരുന്നത് കണ്ടാൽ അത് വരുന്നത് ഖുറാസാനിൽ നിന്നുമാണ്. ഫഅ്തൂഹാ, നിങ്ങൾ അങ്ങോട്ട് പോയിക്കൊള്ളണം. ഫഇന്ന ഫീഹാ ഖലീഫത്തല്ലാഹിൽ മഹ്ദി, ആ ജമാഅത്തിൽ ആരുണ്ട്? ഇമാം മഹ്ദി ഉണ്ട്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പണ്ട് ആളുകൾ ആടിനെ മേയ്ക്കാൻ ദമ്മാദിലേക്ക് പോയതുപോലെ പോയേക്കല്ലേ? മറന്നുപോയാ? ജസ്നയെ കാണാതെയായിട്ട് കുറേ നാളായി. ആളുകൾ സോഷ്യൽ മീഡിയയിലൂടെ പറഞ്ഞു, എങ്ങോട്ട് പോയതാ? പൊട്ടിത്തെറിക്കാൻ പോയതാണ്. എങ്ങോട്ട്? അഫ്ഗാനിലോ ഇറാഖിലോ എന്നൊക്കെ. ഈയിടെ അച്ഛൻ പറഞ്ഞു കേട്ടോ, എരിമേലി വിട്ടു പോയിട്ടില്ല, കോട്ടയം ജില്ല വിട്ട് എൻ്റെ മോള് പോയിട്ടില്ല എന്ന്. അപ്പോഴാണ് സംഘപരിവാറിനും ഇസ്ലാമിൻ്റെ വിരോധികളൊക്കെ പത്യമടക്കിയത്. മനസ്സിലായില്ലേ? ജസ്ന തിരോധാനം അയച്ചില്ല. നിങ്ങൾക്ക് മലപ്പുറംകാർക്ക് എന്ത് ജസ്ന അല്ലേ? ഇവിടെ അതിനേക്കാൾ വലിയ സംഭവം നടക്കുമ്പോൾ ഇല്ലേ? മലപ്പുറം ജില്ലക്കാർ ഭാഗ്യവന്മാരാ കേട്ടോ. വാരിയംകുന്നത്തും വെളിയങ്കോടും അല്ലേ, മമ്പുറം തങ്ങളും ഒക്കെ. അൽഹംദുലില്ലാഹ്, എത്രയെത്ര മആരിക്, എത്രയെത്ര പടർക്കളങ്ങൾ, എത്രയെത്ര സംഘടനകൾ അല്ലേ. പക്ഷെ ആ പഴയ ഒരു ഉഷാർ ഇപ്പൊ കാണുന്നില്ല അല്ലേ അബൂക്കറാജി? കണ്ടോ? ധീരശൂര പരാക്രമികൾ. അൽഹംദുലില്ലാഹ്, വാരിയൻ കുന്നന്റെ മക്കൾ, ആലി മുസ്ലിയാരുടെ മക്കൾ. വല്ലാത്തൊരു മണ്ണാണ് കേട്ടോ ഈ മണ്ണ്. മമ്പുറം തങ്ങളുടെ അടുത്ത് പോണം, ഇടയ്ക്ക് സലാം പറയണേ. വെളിയങ്കോട് ഉമർ ഖാലി തങ്ങളുടെ അടുത്ത് പോണം. അള്ളാഹു പടച്ചോ നമ്മളെയും അവരെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരട്ടെ. അള്ളാഹു ഒരുമിച്ച് കൂട്ടിത്തരട്ടെ. ബഹുമാനപ്പെട്ട സഹോദരന്മാരെ, ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു മസ്ജിദുൽ ഹറാമിൽ ഇരിക്കുമ്പോ അതാ മക്കക്കാര് വന്നുകൊണ്ട് കൈപിടിച്ച് ബൈഅത്ത് ചെയ്യും. ആദ്യം ബൈഅത്ത് ചെയ്യുന്നത് 313 അബ്ദാലുകളാണ്. 313 ഔലിയാക്കൾ, ധാരാളം ഔലിയാക്കൾ മക്കത്തെ ഹറമിലുണ്ട് കേട്ടോ. വളരെ ശ്രദ്ധിക്കണം നിങ്ങൾ. CCTVയിൽ പെട്ടുപോകും നിങ്ങൾ. ഒരുപാട് ഔലിയാക്കളുണ്ട് ഹറമില്, 2 ഹറമിലും. പിന്നെ ഇറാഖിലെ അസായിബ് ഖിയാർ ഉമ്മത്തി, എന്റെ സമുദായത്തിലെ ഉത്കൃഷ്ടരായ ദാസന്മാർ വന്ന് പിന്നീട് ബൈഅത്ത് ചെയ്യും. മനസ്സിലായോ? അവരെ ഇമാം മഹ്ദിയെ സഹായിക്കാനാണ് ഖുറാസാനിൽ നിന്നും ഈ കറുത്ത കൊടി പിടിച്ച് ഒരു വിഭാഗം വരുന്നത്. ഈ ഖുറാസാൻ എവിടെയാ? ഇപ്പൊ ഖുറാസാൻ 3 രാജ്യത്തായി ഡിവൈഡായി പോയി. ഒന്ന് അഫ്ഗാനിസ്ഥാൻ, ഒന്ന് ഇറാൻ, ഒന്ന് അസർബൈജാൻ. അപ്പൊ ഏതാണ്ട് ആ ഭാഗത്ത് നിന്നാണ് മുമ്പ് കറുത്ത കൊടിയും പിടിച്ച് കുറച്ച് പേര് വന്നത്. അവര് താലിബാനാണ് കേട്ടോ. അപ്പൊ ഇമാം മഹ്ദിയെ സപ്പോർട്ട് ചെയ്യുന്നത് താലിബാനാണെന്ന് കണക്കൂട്ടരുത്. കാരണം താലിബാനും കൊടി കളറ് കറുപ്പ. അങ്ങനെയാണെങ്കിൽ അതിനു മുമ്പും കറുത്ത കൊടി പിടിച്ചവരുണ്ട്. നമ്മുടെ നേതാവ് കറുത്ത കൊടി പിടിച്ചിട്ടുണ്ട് അല്ലേ? ബദറുൽ ഹുദാ യാസീനൻ നബി ഖറജ അന്നേരം ബദർകൊടി മൂണ്ടെണ്ണം കെട്ടിടയതിലുണ്ട്. അബിയൽ വർണ്ണമതാം ഫിൻ രണ്ടും അസുവതുമാമേ. ബദറിലേക്ക് സഹാബാക്കൾ നീങ്ങുമ്പോ 2 കറുത്ത കൊടിയും 1 വെളുത്ത കൊടിയും അല്ലേ? മുത്തുനബിയുടെ കൊടിയുടെ പേര് വരെ കിതാബിൽ പറഞ്ഞിട്ടുണ്ട്. അൽ ഉഖാബ്, അൽ ഉഖാബ് എന്നായിരുന്നു റസൂലുള്ളാഹിയുടെ കറുത്ത കൊടി. അപ്പോ കൊടി അത് വേണം അല്ലേ? ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് ഒരു കൊടിയുണ്ട് അല്ലേ? ഇല്ലേ? SKSSF ഒരു കൊടിയുണ്ട് ഇല്ലേ? ബഹുമാനപ്പെട്ട സമസ്തയ്ക്കൊരു കൊടിയുണ്ട്.
എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാർക്കും കൊടിയുണ്ട്, എല്ലാ സംഘടനകൾക്കും കൊടിയുണ്ട്. അതവരുടെ ഷിആറാണ്, അതവരുടെ ഐഡന്റിറ്റിയാണ്, ചിഹ്നമാണ്. നോക്കൂ, ഖുറാസാനിൽ നിന്ന് വരുന്ന കറുത്ത കൊടിയും കറുത്ത തൊപ്പിയും ധരിച്ചു വരുന്ന ഒരു സംഘം സാത്വികർ, അവരായിരിക്കും ഇമാം മഹദിയെ സപ്പോർട്ട് ചെയ്യുക. ഇമാം മഹദിക്ക് അധികാരം ഉറപ്പിക്കുന്നത് അവരായിരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മടുത്തോ? നിർത്തട്ടെ. ഒരു എൻഡ് വേണമല്ലോ അല്ലേ? ഇൻഷാ അല്ലാഹ്. എനിക്കറിയാം നിങ്ങൾ മഗ്രിബിന് മുമ്പ് വന്നതാണല്ലേ. ഏകദേശം ഒരു 4 മണി മുതൽ നിങ്ങൾ ഇവിടെ ഉണ്ടല്ലേ. വല്ലതും കിട്ടിയോ കുടിക്കാൻ? ഒരു ലഡുവെങ്കിലും കിട്ടിയോ? അല്ലാഹുവേ ഈ മണിക്കൂറുകൾ നീ നിധിയാക്കി തരണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ ക്ഷീണം മാറ്റിത്തരണേ അല്ലാ. ഞങ്ങൾക്ക് നീ ഒരു അരമണിക്കൂർ കൂടി തരണേ അല്ലാ. അല്ലാഹുവേ ഈ സദസ്സിനെ അനുഗ്രഹിക്കണേ അല്ലാ. ഉമ്മ പെങ്ങന്മാരും കുഞ്ഞനുജത്തിമാരും അനുജന്മാരും ഈ മദ്രസയിലെ കുഞ്ഞുങ്ങൾ ഇവിടെ വന്ന് കയറുന്ന കണ്ടപ്പോൾ കൽബിൽ വലിയ സന്തോഷമുണ്ടായി. അല്ലാഹുവേ, ന്യൂ ജനറേഷൻ, അള്ളാഹുവിൻ്റെ ദീനിനെ സ്വീകരിക്കേണ്ട അടുത്ത തലമുറയാണ് ഈ മക്കൾ. ഈ മക്കളെ വാർത്തെടുക്കുന്ന ഈ ഉസ്താദന്മാർക്ക് അള്ളാഹു ആഫിയത്തും ദീർഘായുസ്സും നൽകട്ടെ. നമ്മുടെ മുഅല്ലിമീങ്ങൾക്ക് അള്ളാഹു തആല ബറകാത്തുകൾ നൽകട്ടെ. അള്ളാഹു അവരുടെ റിസ്ക്കിൽ ഐശ്വര്യം നൽകട്ടെ. ഈ ഉസ്താദന്മാർക്ക് ഭക്ഷണം കൊടുക്കുന്ന ഉമ്മപെങ്ങന്മാർക്ക് അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ബഹുമാനപ്പെട്ട സഹോദരന്മാരെ, ഇമാം മഹദി രംഗത്ത് വന്നു കഴിഞ്ഞാൽ 9 മാസം വാറായിരിക്കും, യുദ്ധം. 7 കൊല്ലം 8 കൊല്ലം അധികാരത്തിലിരിക്കുമ്പോൾ ആദ്യത്തെ 1 കൊല്ലം യുദ്ധങ്ങളിലൂടെ മുന്നോട്ട് പോകും. അതുകൂടി പറഞ്ഞത് നമുക്ക് വിഷയത്തിലേക്ക് വരാം. അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ്, തഗ്സൂന ജസീറത്തൽ അറബ് ഫയഫ്തഹുഹല്ലാഹ്. നിങ്ങൾ അറബികളോട് യുദ്ധം ചെയ്യും, അള്ളാഹു ഫതഹ് നൽകും. ഇമാം മഹദിയും അനുയായികളും വന്ന് ആദ്യം യുദ്ധം ചെയ്യുന്നത് ബൈഡനോടല്ല, പിന്നെ ആരോടാ? അറേബ്യൻ ഗൾഫിനോടാ. കണ്ടോ? ജസീറത്തുൽ അറബിനോട് നിമിഷ നേരം കൊണ്ട് ഫതഹാകും. കണ്ടോ? ഇമാം മഹദി മിഡിൽ ഈസ്റ്റ് ഗൾഫ് ഫതഹാക്കി എടുക്കും. സുമ്മ തഗ്സൂന ഫാരിസ. പിന്നീട് നിങ്ങൾ ഇറാനോട്, പേർഷ്യയോട് യുദ്ധം ചെയ്യും, അല്ലാഹു ഇറാനിനെ ഫതഹാക്കി കൊടുക്കും. കണ്ടോ? മൂന്നാമത്തത് സുമ്മ തഗ്സൂന റൂം. റോം എന്ന് പറയുന്ന രാജ്യത്തോട് യുദ്ധം ചെയ്യും. ഫയഫ്തഹുഹല്ലാഹ്. അല്ലാഹു ഫതഹ് നൽകും. റോമ ഇസ്ലാമിന്റെ കീഴിൽ വരും. കണ്ടോ? സുമ്മ തഗ്സൂന ദജ്ജാൽ. പിന്നീട് നിങ്ങൾ യുദ്ധം ചെയ്യുന്നത് ദജ്ജാലിനോടാണ്, അവന്റെ അനുയായികളോടാണ്, ഇസ്രായേലിനോടാണ്. കണ്ടോ? ഇൻഷാ അല്ലാഹ് പലസ്തീൻ മക്കൾ ചിരിക്കട്ടെ. ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ വരുന്നുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ലാ തഖൂമു സാഅതു ഹത്താ യുഖാതിലൽ മുസ്ലിമൂനൽ യഹൂദ് ഫയഖ്തുലുഹുമുൽ മുസ്ലിമൂൻ ഹത്താ യഖ്തബിഉൽ യഹൂദി വറാഅ അശ്ശജരി വൽ ഹജർ ഫയഖൂലുൽ ഹജറു വശ്ശജറു യാ മുസ്ലിമു യാ അബ്ദല്ലാഹ് വറാഇ യഹൂദിയുൻ ഫഖ്തുൽഹു. മുത്തു നബി പറയുകയാണ്, ഖിയാമത്ത് നടക്കുകയില്ല, ലോകം അവസാനിക്കുകയില്ല, ഹത്താ യുഖാതിലൽ മുസ്ലിമൂനൽ യഹൂദ്. മുസ്ലിമീങ്ങൾ ജൂതന്മാരോട് ഏറ്റുമുട്ടാതെ. മുസ്ലിങ്ങളും ജൂതന്മാരും തമ്മിൽ ശക്തമായ യുദ്ധം വരും. ഫയഖ്തുലുഹുമുൽ മുസ്ലിമൂൻ. മുസ്ലിമീങ്ങൾ അവരെ കൊന്നുകൊണ്ടിരിക്കും. അങ്ങനെ ജൂതൻ ഹത്താ യഖ്തബിഉൽ യഹൂദി. ജൂതൻ ചെന്നൊളിക്കും വറാ അശ്ശജരി വൽ ഹജർ. മരത്തിന്റെയും കല്ലിന്റെയും പാറയുടെയും പിന്നിൽ. ജീവനം കൊണ്ട് ജൂതൻ യഹൂദി ഓടും. കണ്ടോ? അപ്പോൾ കല്ല് സംസാരിക്കും, മരവും വിളിച്ചു പറയും, യാ മുസ്ലിം യാ അബ്ദല്ലാഹ്. ഏ മുസ്ലിമേ, അല്ലാഹുവിന്റെ ദാസാ. വറാഇ യഹൂദിയുൻ. എന്റെ പിന്നിൽ ഒരു ജൂതൻ ഒളിച്ചിരിക്കുന്നു. ഫഖ്തുൽഹു. അവനെ പിടിച്ചു നീ വധിക്കണം. സുഹൃത്തുക്കളെ, യഹൂദിക്കെന്ന് അഭയം കൊടുക്കുന്ന ഒരു മരമുണ്ട്. ഇല്ലൽ ഗർഖദ ഫഇന്നഹു മിൻ ഷജരിൽ യഹൂദ്. അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകൻ പറഞ്ഞു, ഗർഖദ് എന്ന മരം ഒഴിച്ച് അത് ജൂതന്റെ മരമാണ്. ഗർഖദ് അത് ഓർക്കിഡാണെന്ന് പണ്ഡിതന്മാർ വ്യാഖ്യാനം ചെയ്യുന്നുണ്ട്. അത് ഞാൻ കുറച്ചും കൂടി റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് സബ്ജക്റ്റ് പഠിക്കണ്ടേ.
ഇൻഷാല്ലാ അതിനെപ്പറ്റിയും നമ്മുടെ റഹ്മത്തുള്ള കാസിമി ഉസ്താദിന്റെ കിതാബിൽ മലയാളത്തിൽ ഇറങ്ങുന്ന പുസ്തകത്തിൽ ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. കാരണം അദ്ദേഹം നിരന്തരം റിസർച്ച് ചെയ്യുന്ന ആളാണ്. സുഹൃത്തുക്കളെ, ജൂതന്മാരോട്, അതായത് ദജ്ജാൽ അവന്റെ പിന്നിൽ അണിനിരക്കുന്ന പട്ടാളം യഹൂദികളാണെന്ന് മുഹമ്മദ് മുസ്തഫ. യത്ബഉ ദജ്ജാൽ, ദജ്ജാലിനെ ഫോളോ ചെയ്യും, പിൻപറ്റും. ആരാ പിൻപറ്റുന്നത്? മി യഹൂദി ഇസ്ഫഹാൻ, ഇറാനിലെ ഇസ്ഫഹാൻ എന്ന പട്ടണത്തിലെ ജൂതന്മാർ ദജ്ജാലിന്റെ പ്രധാനപ്പെട്ട പട്ടാളമാണ്. അലൈഹിമുത്വയാലിസ, അവരുടെ ദേഹത്ത് ഒരുതരം പുതച്ചിട്ടുണ്ട്. ജൂതന്മാർ ധരിക്കുന്ന പുതപ്പാണ് നമ്മുടെ ലുങ്കിമുണ്ട് പോലെ വരയായിട്ടുള്ള ഒരു പുതപ്പുണ്ട്. തയാലിസ എന്ന് പറയും. ഞങ്ങൾ ഫലസ്തീനിൽ ചെന്നു. ഞാൻ ഒരു പ്രാവശ്യം ഫലസ്തീനിൽ പോയിട്ടുണ്ട്. ബൈത്തുൽ മുഖദ്ദസിന്റെ അപ്പുറത്ത് സഹ്യൂൻ മലയുണ്ട്. അവിടെ നിന്നാണ് സിയോണിസം രൂപപ്പെട്ടത്. സുഹൃത്തുക്കളെ, അങ്ങനെയാണ് സിയോണിസ്റ്റുകൾ. എല്ലാ ജൂതന്മാരും വർഗീയവാദികളല്ല. സിയോണിസ്റ്റുകളാണ് കടുത്ത വർഗീയവാദികൾ. സിയോണിസം സ്ഥാപിച്ചതാരാ? ആരാണ്? തിയോഡർ ഹെർസൽ എന്ന് പറയുന്ന മനുഷ്യനാണ്. അയാളാണ് പ്രോമിസ്ഡ് ലാൻഡ്, ദൈവത്തിന്റെ വാഗ്ദത്ത ഭൂമി എന്നൊരു ചരിത്രം, ഒരു പുസ്തകം എഴുതിയത്. അത് 1896 ആ ചിന്ത ജൂതന്മാർക്ക് കൊടുത്തു. സുഹൃത്തുക്കളെ, അതിനുശേഷമാണ് 1948 മെയ് 14 യുണൈറ്റഡ് നേഷൻസ്, ഐക്യരാഷ്ട്രസഭ, അമേരിക്കയും ബ്രിട്ടനും ഫ്രാൻസും എല്ലാം കൂടി മുസ്ലിമീങ്ങളുടെ നെഞ്ചത്ത് കൊണ്ടുവന്ന് ഇസ്രയേലിനെ സ്ഥാപിച്ചത്. ഫലസ്തീൻ എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്, വായിക്കണം നിങ്ങൾ. ഒരുപാട് പുസ്തകങ്ങളുണ്ട്. ഫലസ്തീനെ പറ്റി ഒരുപാട് മനസ്സിലാക്കാനുണ്ട്. ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, ഈ മനുഷ്യൻ, നീണ്ട താടിക്കാരൻ, ആര്? തിയോഡർ ഹെർസൽ എന്ന് പറയുന്ന മനുഷ്യന് ഇസ്രയേൽ കാണാനുള്ള ഭാഗ്യം അള്ളാഹു കൊടുത്തില്ല. അത് ദൗർഭാഗ്യമല്ലേ? ഇസ്രയേല് 48 വരെ ലോകത്താരും ഇസ്രയേൽ എന്ന് പറഞ്ഞിട്ടില്ല. ഫലസ്തീനേ ഉള്ളൂ. അവിടെ മുസ്ലിങ്ങളായ ഫലസ്തീൻകാരാണ് താമസിച്ചിരുന്നത്. അന്ന് ലോകത്ത് ജൂതന്മാർ പല ഭാഗത്തുമുണ്ട്. നിങ്ങൾക്കറിയില്ലേ, 60 ലക്ഷം ജൂതന്മാരെ അഡോൾഫ് ഹിറ്റ്ലർ ഗ്യാസ് ചേംബറിൽ കൊന്ന ചരിത്രമൊക്കെ നിങ്ങൾ വായിച്ചിട്ടില്ലേ? അല്ലേ? കുറച്ചുപേരെ കൊല്ലാതെ വിടുന്നു. എന്തിനാ നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് ഹിറ്റ്ലർ എന്ന് പറയുകയുണ്ടായി. ഇപ്പൊ മനസ്സിലായില്ല എന്തിനാന്ന്? മനസ്സിലായില്ലേ? അറബികൾ പാവങ്ങളാ. പണ്ട് ഒട്ടകം വന്നിട്ട് അറബിയുടെ ചോദിച്ചു, ഞാൻ എൻ്റെ വലതുകാലം നകത്ത് വെച്ചോട്ടെ. വലതുകാലല്ലേ ഉള്ളൂ, വെച്ചോളാൻ പറഞ്ഞു. ആ കെയർ ഓഫിൽ ഒട്ടകം ഇടതുകാലം എടുത്ത് വെച്ചു. പിന്നെ മുമ്പിലത്തെ കാലെന്ന് പറയൂല, കയ്യെന്ന് പറയും അല്ലേ? പിന്നെ പുറകിലുള്ള രണ്ടും കൂടെ വെച്ച് അവസാനം തലയും കഴുത്തോടെ അകത്തോട്ട് കയറ്റി. ഈ അവസ്ഥയാ പാവപ്പെട്ട അറബികൾക്ക് എവിടെ ഉണ്ടായത്? ഫലസ്തീനിൽ. ഇസ്രയേലിനെ സംരക്ഷിച്ച് അഭയം കൊടുത്തു. അവസാനം സുഹൃത്തുക്കളെ, റജബ് തൊയ്യബ് ഉർദുഖാൻ ഐക്യരാഷ്ട്രസഭയിൽ ഒരു മാപ്പ് അവതരിപ്പിച്ചു. ഇത്രയും നീളമുള്ള ഒരു മാപ്പ്. അത് മുഴുവനും പച്ച കളറാണ് ഫലസ്തീന്. വേറൊരു മാപ്പ് എടുത്തു. അതിനകത്ത് ഇസ്രയേൽ വന്ന് കയറി ലോകത്തിന്റെ നാനാഭാഗത്തുള്ള ജൂതന്മാർ വന്നു അങ്ങോട്ട്. നമ്മുടെ മട്ടാഞ്ചേരി, കൊച്ചിയിൽ നിന്നും ജൂതന്മാർ പോയി. സുഹൃത്തുക്കളെ, ആ മാപ്പ് പകുതി പച്ച, പിന്നെ ചുവപ്പ്, പിന്നെ പച്ച, അങ്ങനെയായി. ലാസ്റ്റ് ഉർദുഖാൻ ഒരു മാപ്പ് എടുത്തു. ഫുൾ അതിനകത്ത് ഒരുതരം കാവി കളറാണ്. അത് മുഴുവനും ജൂതന്മാർ വന്ന് കൈയടക്കി മുസ്ലിമിന്റെ മണ്ണ് അധിനിവേശം നടത്തിയിരിക്കുന്നു. അതിന്റെ അങ്ങിങ്ങായി വെസ്റ്റ് ബാങ്ക്, റാമല്ല, ഗസ, 2-3 സ്ഥലം, ചെറിയ പോയിന്റ്, ചെറിയ തുള്ളി പോലെ പാവപ്പെട്ട ഫലസ്തീനികൾ, ലക്ഷക്കണക്കിന് ഫലസ്തീനികൾ ഇസ്ലാമിക രാജ്യങ്ങൾ ജോർദാനിലും ഇറാഖിലും നമ്മുടെ ഗൾഫിലും ഒക്കെ ആയി കഴിച്ചു കൂട്ടുന്നുണ്ട്. ബാക്കിയുള്ളവർ വെസ്റ്റ് ബാങ്കിലും റാമല്ലയിലും. ഇപ്പോൾ പ്രശ്നം നടക്കുന്ന ഇമാം ഷാഫിഈയും ഇമാം ഇബ്നു ഹജറുൽ അസ്കലാനി, ആ അസ്കലാനാണ് നമ്മുടെ ഈ ഗസയുടെ അകത്തുള്ള ഒരു പട്ടണമാണ് അസ്കലാൻ. മനസ്സിലായില്ലേ? ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, എന്നോട് ജവാദ് പറഞ്ഞു, ആ ഭാഗം ഒന്ന് ഉസ്താദ് വിശദീകരിക്കണം. ഖുദ്സിന്റെ വിജയം അല്ലേ? അൽഹംദുലില്ലാ. നമ്മൾ ഓർക്കും, എന്തിനാണ് ഈ കടന്നൽക്കൂട്ടിൽ പോയി ഹമാസ് കല്ലെറിഞ്ഞത്? അല്ല സുഹൃത്തുക്കളെ, അല്ല. കടന്നൽക്കൂട് സംഗതി കടന്നൽക്കൂടാണ്, പക്ഷേ കല്ലെറിഞ്ഞതിൽ തെറ്റൊന്നുമില്ല. കാരണം നീണ്ട 17 വർഷമായി ഹമാസ് ഉപരോധത്തിലാ. ഈ 23 ലക്ഷം ജനങ്ങൾ, 40 കിലോമീറ്റർ നീളം, 20 കിലോമീറ്റർ വീതിയുള്ള ഗാസ സ്ട്രിപ്പ്, മുനമ്പെന്നാ പറയുക,
ഒരു ഭാഗത്ത് മെഡിറ്ററേനിയൻ കടൽ, അവരുടെ മുമ്പിൽ കടലാ, ഒരു ഭാഗത്ത് ഈജിപ്റ്റാ, പിന്നിൽ ഇങ്ങനെ ഇസ്രായേൽ കിടക്കുക. അവർക്ക് ഒരു സ്ഥലത്തേക്കും പോകാൻ നിവർത്തിയില്ല. നിങ്ങൾ മനസ്സിലാക്കണം, 23 ലക്ഷം ജനങ്ങൾ 40 കിലോമീറ്ററിനുള്ളിൽ തിങ്ങിക്കഴിയുകയാ. 87 തോന്നുന്നു ഹമാസ് ഉടലെടുത്തു. ആ ഹമാസ് 2006 തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വന്നു. അന്നു മുതൽ ഹമാസിനെ അമേരിക്കയും ബ്രിട്ടനും അംഗീകരിക്കാതെ വന്നു. ലോക രാജ്യങ്ങൾ, ശക്തികൾ അംഗീകരിക്കാതെ വന്നു. കണ്ടോ, അന്ന് മുതൽ ഈ ഗസ ഉപരോധത്തില, മരുന്നില്ല, ഭക്ഷണമില്ല. ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നറിയുവോ? അവർക്ക് തിന്നാൻ ഡെയിലി ഒരു തക്കാളി, ഒരു സവാള. അതിനപ്പുറം ആ പാവങ്ങൾക്കില്ല കേട്ടോ. നമ്മളെന്തൊക്കെയാ രാവിലെ കഴിച്ചത്? എന്താ കഴിച്ചത്? രാവിലെ എൻ്റെ ഭാര്യ ഗോതമ്പ് കലക്കി ചുട്ട അപ്പം. പെട്ടെന്ന് പോകാൻ സമയത്ത് പുള്ളിക്കാരത്ത് പ്രയോഗിക്കുന്നൊരു പണിയാത്. ചില ഉസ്താന്മാർക്ക് അമേരിക്കൻ മാവ് കലക്കി തേങ്ങയൊക്കെ ചുരണ്ടി ഒരു മുട്ടയൊക്കെ ഉടച്ച് ഒഴിച്ച്, സംഗതി അമേരിക്കൻ മാവാ, പക്ഷേ ഒരു മൊഞ്ചാക്കി കൊടുക്കും അല്ലേ. നല്ല കടലക്കറിയും. കോട്ടയത്ത് വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അന്നപൂർണ ഹോട്ടലിൽ നിന്നൊരു 3 പത്തിരി എല്ലാം നമ്മുടെ ആ ട്രെയിനിൽ കിട്ടുന്ന സാധനമല്ലോ ഉസ്താദ്, പൂരി, കിഴങ്ങിൻ്റെ കറിയും കുറച്ച് കറി ബാക്കി വന്നു. എൻ്റെ ചങ്കിടിച്ചുകൊണ്ടാണ് ഞാനത് ബാക്കി വെച്ചത്. ഞാൻ അന്നേരം ഓർത്തത് ഗസയിലെ കുഞ്ഞുങ്ങളെയാണ്. ഗസയിലെ കുഞ്ഞുങ്ങൾക്ക് ഡെയിലി ഒരു തക്കാളിയെ തിന്നാൻ കിട്ടുന്നുള്ളൂ, ഒരു സവോളയും. കടുത്ത പട്ടിണി. ഹദീസിൽ അവരുടെ പട്ടിണിയെ പറ്റിയൊക്കെ മുത്തുനബി പറയുന്നുണ്ട്. ഇമാം മുഹമ്മദ് ഉദ്ധരിച്ച ഹദീസിൽ വരുന്നുണ്ട്, അസ്കലാനിൽ നിന്നും 70,000 ശുഹദാക്കൾ ഉയർത്തെഴുന്നേൽക്കും. അവർ സ്വർഗത്തിലേക്ക് പോകും. ബിലാ ഹിസാബ്, ഹിസാബില്ലാതെ. 35,000 പേര് മരണപ്പെട്ടു, ഷഹീദായി. ഇതുവരെ 75,000 പേർക്ക് സുഹൃത്തുക്കളെ അംഗവിഹീനരായി പരിക്കുകൾ പറ്റി കഴിയുകയാണ്. നിങ്ങൾ ദുആ ചെയ്യണേ, നിങ്ങൾ ദുആ ചെയ്യണേ. ഇൻഷാ അല്ലാഹ് ലോകം വിസ്മരിച്ച ഇഷ്യൂ ഹമാസിലൂടെ ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ ഇഷ്യൂ ആയി മാറി. ഫലസ്തീന്റെ പതാകയാണ് ഏറ്റവും കൂടുതൽ അന്തരീക്ഷത്തിൽ പറക്കുന്നത്. അമേരിക്കൻ യൂണിവേഴ്സിറ്റികളിൽ മുഴുവനും അതാ സ്റ്റുഡൻസ് ഫലസ്തീനിനെ സ്വാതന്ത്ര്യം കൊടുക്കണമെന്ന് പറഞ്ഞ് സമരത്തിലാ, ലോകത്ത് മുഴുവനും. അതിനൊക്കെ പുറമെ നിങ്ങൾ അറിയാത്ത ഒരു രഹസ്യം ഇന്ന് എനിക്ക് കിട്ടി. യൂറോപ്പിൽ ഫലസ്തീനികളുടെ ഈ സങ്കടവും ഈ രക്തപ്പുഴയും കണ്ടിട്ട് കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടികൾ ധാരാളം ഇസ്ലാമിലേക്ക് വരുന്നു. ആണും പെണ്ണും ഇസ്ലാമിലേക്ക് വരികയാ. ഒരുപാട് സംഭവങ്ങൾ ഇതിന്റെ പിന്നിലുണ്ട്. ഇൻഷാ അല്ലാഹ് കഴിഞ്ഞ ചരിത്രത്തിൽ നമ്മുടെ ഒന്നാമത്തെ ഖിബലയാണ് ബൈത്തുൽ മുഖദ്ദസ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം 17 മാസമല്ലേ അങ്ങോട്ട് തിരിഞ്ഞ് നമസ്കരിച്ചത്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അള്ളാഹു കൊണ്ടുപോയില്ലേ മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സ, അങ്ങേയറ്റത്തെ പള്ളി അല്ലേ. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദി, തന്റെ അടിമയെ, തന്റെ ദാസനെ നിശാപ്രയാണം ചെയ്യിച്ച അള്ളാഹു എത്രയോ പരിശുദ്ധനാണ്. മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സ, മക്കയിലെ മസ്ജിദുൽ ഹറാമിൽ നിന്നും ഫലസ്തീനിലെ ജെറൂസലമിലെ മസ്ജിദുൽ അഖ്സയിലേക്ക് ബാറക്നാ ഹൗല, അതിന്റെ ചുറ്റുഭാഗം നാം ബർക്കത്താക്കി വെച്ചിട്ടുണ്ട്, അനുഗ്രഹീതമാക്കി വെച്ചിട്ടുണ്ട്. ഖുർആനിൽ 5 സ്ഥലത്ത് അല്ലാഹു പറയുന്നുണ്ട് ബർക്കത്തുള്ള മണ്ണാണ് ഫലസ്തീനിന്റെ മണ്ണ്, ഖുദ്സിന്റെ മണ്ണ്. ഇബ്രാഹിം നബി ഹിജറ ചെയ്തു വന്ന മണ്ണ്, ഇസ്ഹാഖ് നബി ദഅവത്ത് ചെയ്ത മണ്ണ്, ദാവൂദും സുലൈമാനും മൂസാ നബിയും ദഅവത്ത് ചെയ്ത മണ്ണാണ്. അനേകം പ്രവാചകന്മാരുടെ പാദസ്പർശനമേറ്റ മണ്ണാണ്. അനേകം അമ്പിയാക്കൾ അന്ത്യവിശ്രമം കൊള്ളുന്ന മണ്ണാണ്. മസ്ജിദുൽ അഖ്സയുടെ തൊട്ടടുത്തൊരു ഖബർ കാണാം. ആരാണത്? മൗലാന മുഹമ്മദ് അലി ജൗഹറിന്റെ ഖബറാണത്. ഇൻഷാ അല്ലാഹ് അവിടെയൊക്കെ പോയി ഫാത്തിഹ ഓതണേ. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആ മണ്ണ് നോക്കൂ, എന്തിനാണ് മസ്ജിദുൽ അഖ്സ ജെറൂസലമിൽ നിന്ന് മിഅ്റാജ് തുടങ്ങിയത്? 40 ഏക്കർ ഭൂമിയാണത്. സുഹൃത്തുക്കളെ, ആ 40 ഏക്കറും മുഴുവനും ഒലിവ് മരങ്ങളാണ്. മസ്ജിദുൽ അഖ്സയുടെ മുറ്റത്ത് ഒരു ഒലിവ് മരത്തറയിൽ ഞാൻ മലർന്നു കിടന്നപ്പോൾ ഒരു നക്ഷത്രം വന്നെന്നെ മുട്ടി ഉരുമി ചുംബിക്കുന്നത് പോലെ തോന്നി. അത്ര അടുത്താണ് ഭൂമിയും അവിടത്തെ ആകാശവും തമ്മിൽ.
ഫഇന്നഹു അർളുൽ മൻശരി വൽ മഹ്ശർ, അത് പുനരുത്ഥാനത്തിന്റെയും വിചാരണ നടക്കുന്ന നാളിന്റെയും മണ്ണാണ് കേട്ടോ. അള്ളാഹുവിന്റെ വഹി ഇങ്ങനെ ഇറങ്ങിയ മണ്ണ്, പ്രവാചകന്മാരുടെ ദഅവത്ത് നടന്ന മണ്ണ്. സർവോപരി അള്ളാഹു പറഞ്ഞു ബാറക്നാ ഹൗല, ചുറ്റുഭാഗവും അനുഗ്രഹിച്ചിരിക്കുന്നു നാം, ലിനുരിയഹു മിൻ ആയാതിനാ, മുഹമ്മദിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് ഈ ജെറൂസലമിലെ മസ്ജിദുൽ അഖ്സയിലേക്ക് കൊണ്ടുപോയത് നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ കാണുന്നതിന് വേണ്ടിയാണ്. മുത്തുനബി മസ്ജിദുൽ അഖ്സയിലേക്ക് എത്തുമ്പോൾ റഅയ്തു മൂസ യുസല്ലി ഫീ ഖബരി, ഞാൻ മൂസാ നബിയെ കണ്ടു ഖബറിൽ നിസ്കരിക്കുന്നതായിട്ട്, ഇന്ദൽ കസീബിൽ അഹ്മർ, ചുവന്ന കുന്നിന്റെ അടുത്ത്. ആ ഹദീസ് മൂസാ നബിയുടെ മഖ്ബറയുടെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതൊരു ചുവന്ന കുന്ന് തന്നെയാണ്. അപ്പോ അത് ഏതാണ്ട് ഫലസ്തീൻ്റെ അകത്താണ്. ഞങ്ങളവിടെ ഒരു ബസ്സിൽ കുറച്ച് ലേഡീസും കുറച്ച് കുട്ടികളും ഞങ്ങൾ കുറച്ച് ആണുങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ ഭാര്യ ഉണ്ടായിരുന്നു, എൻ്റെ ഉപ്പയുണ്ടായിരുന്നു. എൻ്റെ ഭാര്യ പറഞ്ഞു, ഇവിടെ ഒന്നും കൂടുതൽ പരിപാലിക്കുന്നില്ലല്ലോ, പൊടിയൊക്കെ പിടിച്ച് കിടക്കുന്നു. മഹാനായ മൂസാ നബി അല്ലേ, ആരാ ധീരശൂരൻ, ബനൂ ഇസ്രായേലിനെയും കൊണ്ട് എത്ര പാടുപെട്ട ആളാ മൂസാ നബി. ഇത് മൂസാ നബീനെ ആണോ? ഞാൻ റെഡി, സംശയിക്കല്ലേ, നീ എന്താ ഇങ്ങനെയൊക്കെ സംശയിക്കുന്നേ? കുറച്ച് വണ്ടി കറങ്ങി ഡ്രൈവർക്ക് റൂട്ട് മറന്നുപോയി. വീണ്ടും തിരിച്ച് അതേ മഖ്ബറയുടെ മുമ്പിൽ ഡ്രൈവർ പറഞ്ഞു മൂസാ നബിയുടെ മുമ്പിൽ എത്തിയിട്ടുണ്ട്, ഇതിനു മുമ്പ് ഇങ്ങനെ സംഭവിച്ചിട്ടില്ല, ഒന്നുകൂടി സിയാറത്ത് ചെയ്തോളാൻ പറഞ്ഞു. ഞാൻ ഭാര്യയുടെ പറഞ്ഞു, മനസ്സിലായോ, നീ കുറച്ച് സമയം എന്തിനാ വഹാബിയായെന്ന് ചോദിച്ചു. മനസ്സിലായില്ലേ? അതുകൊണ്ട് നന്നായിട്ടൊരു ഫാത്തിഹ ഓതിക്കോളാൻ പറഞ്ഞു. ഈ ഹദീസ് നീ കണ്ടോ? ഇന്ദൽ കസീബിൽ അഹ്മർ, ചുവന്ന കുന്നിന്റെ അടുത്ത്. ബഹുമാനപ്പെട്ട സഹോദരന്മാരെ, മസ്ജിദുൽ അഖ്സയുടെ അടുത്താണ് ഈ ഖബർ. മൂസ, സയ്യിദുന മൂസ. ഒന്ന് ഉറക്കെ പറഞ്ഞ, ഖുർആനിൽ ഏറ്റവും തവണ അള്ളാഹു പറഞ്ഞ പേര് മൂസ അല്ലേ? അള്ളാഹുവിനോട് സംസാരിച്ച വടിയായിരുന്നു ദൃഷ്ടാന്തം. വലത് കൈ കക്ഷത്തിൽ വെച്ചിട്ട് എടുക്കുമ്പോൾ മിന്നിത്തിളങ്ങിയിരുന്നു. വളുമും യദക്കയില ജനാഹിക, ഒരുപാട് ഖുർആനിൽ അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, ആ ഫലസ്തീൻ ഇൻഷാ അല്ലാഹ് വിജയിക്കും കേട്ടോ. രണ്ടു വട്ടം ഫതഹിനെ ബൈത്തുൽ മുഖദ്ദസ് ഫതഹായിട്ടുണ്ട്. അള്ളാഹുവിന്റെ റസൂല് അവിടുന്ന് പ്രവാചകനായി വരുമ്പോൾ അന്ന് മസ്ജിദുൽ അഖ്സ, ജെറൂസലം, ഖുദ്സ് ഉണ്ടല്ലോ, ക്രിസ്ത്യാനികളുടെ കയ്യിലാണ്, റോമൻ സാമ്രാജ്യത്തിന്റെ കയ്യിലാണ്. നോക്കൂ, മുത്തുനബി എന്ന് പറഞ്ഞു ബൈത്തുൽ മുഖദ്ദസ് ഉടനെ ഫതഹാകും. പ്രവാചകന്റെ കാലത്ത് ഫതഹായില്ല, അബൂബക്കർ സിദ്ദീഖിന്റെ കാലത്ത് ഫതഹായില്ല, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ഫതഹായി. യുദ്ധത്തിലൂടെയല്ല, ഒരു സൗഹൃദ സംഭാഷണത്തിലൂടെ. അങ്ങനെയാണ് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ സന്തോഷ വാർത്ത പുലരുന്നത്. പിന്നീട് കുരിശി യോദ്ധാക്കൾ മസ്ജിദുൽ അഖ്സ വീണ്ടും അവരുടെ കയ്യിൽ പിടിച്ചടക്കി. 90 കൊല്ലം കഴിഞ്ഞ് ആ മസ്ജിദുൽ അഖ്സ വീണ്ടും മുസ്ലിമീങ്ങൾക്ക് ഫതഹായി. അത് സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബി വേണ്ടി വന്നു. കണ്ടോ, സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബിയാണ് രണ്ടാമത് ബൈത്തുൽ മുഖദ്ദസിനെ ഫതഹാക്കിയത്. ഇപ്പോൾ നോക്കൂ, 48 മെയ് 14 ഐക്യരാഷ്ട്രസഭ, അമേരിക്കയും ബ്രിട്ടനും ഫ്രാൻസും കൂടി അതാ മുസ്ലിമീങ്ങളുടെ സ്വന്തം ഫലസ്തീനിൽ കൊണ്ടുവന്ന് ലോകത്തെ പല ഭാഗത്തു നിന്നും ജൂതന്മാരെ ആട്ടിത്തെളിച്ച് അവിടെ ഒരു തീരുമാനമെടുത്തു. ഫലസ്തീന്റെ മണ്ണ് പകുതി ജൂതന്മാർക്കും പകുതി ഫലസ്തീനികൾക്കും. ഖുദ്സ് നഗരം അത് എല്ലാവർക്കും, ജൂത, ക്രൈസ്തവ, മുസ്ലിമീങ്ങൾക്ക് 3 മതവിഭാഗത്തിനും അവകാശപ്പെടുന്ന രൂപത്തിൽ അത് പീസ് ലാൻഡ്, സമാധാനത്തിന്റെ മണ്ണാക്കി ഐക്യരാഷ്ട്രസഭ തീരുമാനം പ്രഖ്യാപിച്ചു. ജെറൂസലം അവിടെയാണ് ഖുദ്സ്, അവിടെ ക്രിസ്ത്യാനികൾക്കും ജൂതന്മാർക്കും മുസ്ലിമീങ്ങൾക്ക് ബൈത്തുൽ മുഖദ്ദസും ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഇരിക്കുമ്പോഴാണ് 56 യുദ്ധം നടക്കുന്നു. അതുപോലെ 67 6 ദിവസത്തെ യുദ്ധം നടക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ ഇസ്രയേലിന് ഒരു അതിർത്തിയൊന്നുമില്ല. അവരിങ്ങനെ യുദ്ധം ചെയ്ത് രാജ്യം വലുതാക്കിക്കൊണ്ടിരിക്കുന്നു. ജോലാൻ കുന്നുകൾ, ലെബനാന്റെ ഒരു ഭാഗം, ലെബനാനിൽ പിന്നെ ഹിസ്ബുള്ള വന്നു, അവർ തിരിച്ചു മേടിച്ചു കേട്ടോ. അത് അങ്ങനെ സുഹൃത്തുക്കളെ, ജോർദാന്റെയും സിറിയയുടെയും ഒക്കെ ഭാഗങ്ങൾ കൂട്ടിച്ചേർത്ത് ഇപ്പോഴും അവർക്കൊരു സ്വപ്നമുണ്ട് ജൂതന്മാർക്ക്. അവർ പറയുന്നത് മദീന, പ്രവാചക നഗരി മദീന ഉൾപ്പെടെ, സൗദി, ഇറാൻ, ഇറാഖ് ഉൾപ്പെടെ ഞങ്ങളുടെ രാജ്യം വിപുലീകരിക്കും എന്നാണ് അവർ വാദിച്ചു കൊണ്ടിരിക്കുന്നത്. ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, അത്രയൊന്നും അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. അതിനു മുമ്പ് അള്ളാഹുവിന്റെ അടിയുറച്ച ദാസന്മാർ ഫതഹ് മോചിപ്പിക്കും ഇൻഷാ അല്ലാഹ്.
ലാ തസാലു ത്വായിഫത്തും മിൻ ഉമ്മത്തി, എന്റെ സമുദായത്തിലെ ഒരു വിഭാഗം യുവാക്കൾ, സമുദായത്തിലെ ഒരു വിഭാഗം ലാഹിരീന അലൽ ഹഖ്, ധർമ്മത്തിന് വേണ്ടി പോരാടും. ലാ യളുറുഹും മൻ ഖദലഹും വലാ മൻ ഖാലഫഹും, അവരെ ആര് വിമർശിച്ചാലും അവർക്കത് പ്രശ്നമല്ല, പരിഗണിക്കുകയില്ല. ഹത്താ യൻസില ഈസാ ഇബ്നു മറിയം, ഈസാ നബി വാനലോകത്ത് നിന്ന് ഇറങ്ങി വരുന്നത് വരെ. ഇൻഷാ അല്ലാഹ് അവിടെ ഒരല്പം ഗവേഷണം ആവശ്യമുണ്ട്. ഇമാം മഹദിക്ക് മുമ്പ് ആ ഫതഹ് നടക്കുമോ എന്നിങ്ങനെ കിതാബുകൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് കിതാബ് നമ്മൾ നോക്കിയാലേ നമുക്കത് കണ്ടെത്താൻ പറ്റൂ. ഞാൻ അശ്റാത്തു സാഅയിൽ കണ്ടത് ഒരു പറ്റം മുഅ്മിനീങ്ങൾ ഫതഹ് മോചിപ്പിക്കും, ഖുദ്സ് മോചിപ്പിക്കുമെന്നാണ്. ഇൻഷാ അല്ലാഹ് അന്ന് ജൂതന്മാരെ ഓടിച്ചിട്ട് പിടിക്കും സുഹൃത്തുക്കളെ, യാതൊരു സംശയവും ഇല്ല. ഇമാം മഹദിയുടെ യുദ്ധം ഇനി ആരോടാ? അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ഇനി ഇമാം മഹദി യുദ്ധം ചെയ്യുന്നത് ജപ്പാൻ, മംഗോളിയ, റഷ്യയോടാണ്. അവസാനം തുർക്കി ഇസ്ലാമിലേക്ക് വരും. ലാ തഖൂമുസ് സാഅതു ഹത്താ യൻസില റൂമു ബിദാബികിൻ ഔ ബിൽ അഅമാക്, പാശ്ചാത്യരുടെ സേന ദാബിക്കിലും അഅമാക്കിലും വന്നിറങ്ങാതെ ലോകം അവസാനിക്കുകയില്ല. അതാണ് മൽഹമത്തുൽ കുബ്ര. 4 ദിവസം നീണ്ടു നിൽക്കുന്ന 9,60,000 യോദ്ധാക്കൾ പങ്കെടുക്കുന്ന യുദ്ധം. ആ യുദ്ധത്തിൽ 1/3 പേര് കൊല്ലപ്പെടും. അള്ളാഹു അവർക്ക് ഷഹാദത്ത് കൊടുക്കും. 1/3 പേര് പേടിച്ചു ഓടും. 1/3 പേര് അടരാടിക്കൊണ്ടിരിക്കും. 4ാമത്തെ ദിവസം വൈകുന്നേരം അള്ളാഹു തആല അവർക്ക് ധൈര്യം കൊടുക്കും. ശത്രുക്കൾ പിന്തിരിഞ്ഞോടും. അതോടുകൂടി ലോകം ഫതഹാകുന്ന വക്കിലാണ്. ഇമാം മഹദി ലോകം കീഴടക്കുകയാണ്. ഹുവല്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലി, അല്ലാഹുവാണ് തന്റെ തിരുദൂതനെ അയച്ചത്. ഹുവല്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ്, സത്യമതവും സന്മാർഗവുമായി ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലി, സമസ്ത മതങ്ങളെയും വിജയിച്ചടക്കുന്ന ഇസ്ലാമുമായിട്ടാണ് പ്രവാചകൻ വരുന്നത്. ഇപ്പൊ ഇതാ തൊട്ടടുത്ത മുസ്ലിങ്ങളാണ്. ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ളവര് ക്രിസ്ത്യാനികളാണെങ്കിൽ തൊട്ടു പുറകിൽ മുസ്ലിങ്ങൾ നിൽക്കുന്നു. അധികം താമസിയാതെ മുസ്ലിമീങ്ങൾ ക്രിസ്ത്യാനിറ്റിയെ ഓവർടേക്ക് ചെയ്യും. ഇൻഷാ അല്ലാഹ് ഞാൻ എൻ്റെ വിഷയം ഒരു എൻഡിലേക്ക് എത്തിക്കുകയാണ്. സുഹൃത്തുക്കളെ, ഇനിയും ഒരുപാട് പറയാനുണ്ട്. ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, ഇനിയും ജനങ്ങളെ നമ്മൾ ഇരുത്തി ബുദ്ധിമുട്ടിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് നോക്കൂ, ഇമാം മഹദിയുടെ അവസാന സമയത്ത് ദജ്ജാൽ പുറപ്പെടും. ആ ദജ്ജാലിനെ പിടിച്ചു കിട്ടാൻ ഈസാ ഇബ്നു മറിയം വാനലോകത്തു നിന്ന് വരുന്നു. ഈസാ നബി 40-45 കൊല്ലം ഭരണം നടത്തും. ഈസാ നബി ഭരണം നടത്തുന്ന സമയത്ത് ഇമാം മഹദി വഫാത്താകും. ബൈത്തുൽ മുഖദ്ദസിൽ ഒരു വലിയ മഹാസഞ്ചയം ജനാസ നമസ്കരിക്കും. സുഹൃത്തുക്കളെ, ബഹുമാനപ്പെട്ട ഇമാം മഹദിയെ ബൈത്തുൽ മുഖദ്ദസിന്റെ ചാരത്ത് ഖബറടക്കും. ഇനി ഇൻഷാ അല്ലാഹ് ഈസാ നബിയുടെ ചരിത്രവും ദജ്ജാലും ദാബത്തുൽ അർളും ഒക്കെ നമുക്ക് ഇൻഷാ അല്ലാഹ് പിന്നീട് മനസ്സിലാക്കാം. ഇല്ലെങ്കിൽ യൂട്യൂബിൽ ആ പ്രസംഗമുണ്ട്, നിങ്ങൾ കേൾക്കുക.